വന്ധ്യത എന്നത് നമ്മുടെ ഈ കാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രോബ്ലമാണ്. വന്ധ്യത എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീകളുടെ പ്രോബ്ലം എന്നാണ് നമ്മുടെ സമൂഹം ആൾക്കാരും എല്ലാം വിശ്വസിക്കുന്നത്. പക്ഷേ ഏതാണ്ട് പകുതിയോളം പ്രശ്നങ്ങൾ പുരുഷന്മാരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോണത് പുരുഷന്മാരുടെ ഇടയിലുള്ള വന്ധ്യതയുടെ കാരണങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും നൂതനമായ ചികിത്സാ രീതികൾ ഇപ്പോൾ വരുന്നതും ഒക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ രാമപ്രസാദ്, കൺസൾട്ടൻറ്റ് ആൻഡ്രോളജിസ്റ്റ്, സബൈൻ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ സബൈൻ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് എംബ്രിയോളജിസ്റ്റ് മിസ്റ്റർ ശ്യാം ശ്രീധരൻ. നമസ്കാരം സർ. ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ആദ്യം ഒരു ദമ്പതികൾ വരുമ്പോൾ നമ്മളവരെ പരിശോധിച്ച് അവരുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് പ്രാഥമിക ചികിത്സ നോക്കി അതിൻ്റെ കൂടൊപ്പം തന്നെ പുരുഷൻ്റെ ബീജം പരിശോധിച്ച് ചികിത്സകൾ ചെയ്ത് ശരിയായില്ലെങ്കിൽ പുരുഷ സംബന്ധമായ അത് പ്രശ്നങ്ങൾ നമ്മൾ തോന്നിയാൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത്, ആൻഡ്രോളജിസ്റ്റിൻ്റെ അടുത്ത് അയക്കും. അപ്പോൾ ഡോക്ടർ ആദ്യം എങ്ങനെയാണ് ആ ഒരു രോഗിയെ അപ്രോച്ച് ചെയ്യുന്നത്? ഡോക്ടർ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വന്ധ്യത ഏകദേശം 50% ആണ്. ഇതിൽ ഒരു നല്ലൊരു വിഭാഗം ആളുകൾക്കും ചികിത്സയിലൂടെ നമുക്കിതിനെ മറികടക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു ദമ്പതി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ദമ്പതികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഹിസ്റ്ററി എടുത്തിട്ട് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഹിസ്റ്ററിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇതിനു മുമ്പ് ഈ ദമ്പതിമാർക്ക് കുട്ടികളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാണ്. അപ്പം മുമ്പ് ദമ്പതിമാർക്ക് കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു കറക്റ്റബിൾ അബ്നോർമാലിറ്റി ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനി ഇത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി, അതായത് നേരത്തെ കുട്ടികളില്ലാത്ത ദമ്പതിമാരാണെങ്കിൽ ഈ പുരുഷന്റെ പ്രോബ്ലം ആണോ ഇത് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹിസ്റ്ററിക്ക് മുമ്പ് സാറ് പറഞ്ഞതുപോലെ തന്നെ അവിടെ സെമൺ അനാലിസിസ്, അതായത് ശുക്ലം പരിശോധിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഉണ്ട്. ഈ ശുക്ലം നോർമലായിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷവന്ധ്യതയുടെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് അവിടെ റൂൾഡ് ഔട്ട് ആണ് പുരുഷൻ ഈ സെമൺ അനാലിസിസ് ചെയ്യുന്നതോട് കൂടിയിട്ട്. അപ്പോൾ മിക്കപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരു അബ്നോർമൽ സെമൺ അനാലിസിസ് ആയിട്ടാണ് ഈ പുരുഷൻ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ അബ്നോർമൽ സെമൺ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഹോർമോണിലുള്ള അബ്നോർമാലിറ്റീസ്. ഹോർമോണത്തെ അബ്നോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഈ വളരെ സാങ്കേതികമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് അല്ല പറയുന്നത്. പലപ്പോഴും ഇപ്പൊ ചില മരുന്നുകൾ കഴിച്ചിട്ടോ ചില സപ്ലിമെന്റ്സ് കഴിച്ചിട്ടോ, ഇപ്പൊ ചിലർ ജിമ്മിൽ പോയിട്ട് ചില ടെസ്റ്റോസ്റ്ററോൺ സപ്ലിമെന്റ്സ്, ആനബോളിക് സ്റ്റിറോയിഡ്സ് അങ്ങനെയൊക്കെയുള്ളത് കഴിച്ചിട്ട് അവർക്ക് ടെസ്റ്റിക്കുലർ ടോക്സിസിറ്റി, അതായത് ഈ ഒരു മരുന്ന് കൊണ്ട് ടെസ്റ്റോസ്റ്ററോൺ അമിതമായിട്ട് ശരീരത്തിലുണ്ടായിട്ട് സപ്രസ്ഡ് ആയി പോവുക ടെസ്റ്റിസ്. അതുകൊണ്ടുണ്ടാകുന്ന പുരുഷവന്ധ്യത ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം തന്നെ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, ജിമ്മിൽ പോയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ നോക്കുന്നത് പുരുഷന്മാരെ ഹോർമോൺ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതായത് ടെസ്റ്റോസ്റ്ററോൺ, FSH, LH മുതലായിട്ടുള്ള ഹോർമോണുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, അതായത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയും, അതാണല്ലോ നമ്മുടെ സെക്ഷൽ ഫംഗ്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണൽ സിസ്റ്റം. ആ ഗ്രന്ഥിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അതും ആ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. നമുക്ക് ഈ രോഗി അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ശരീരശാസ്ത്രത്തിൽ നിന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ രോമം കുറവാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ, തടി, അതൊക്കെ വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാം എന്തെങ്കിലും ഹോർമോണൽ അബ്നോർമാലിറ്റി ഈ പുരുഷനുണ്ടോ എന്നുള്ള കാര്യം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഹോർമോണൽ അസസ്മെന്റ്. തൈറോയിഡും നമ്മൾ നോക്കാറുണ്ട്. പിറ്റ്യൂട്ടറി ആക്സിസ് നമുക്ക് കറക്റ്റ് ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും. തൈറോയിഡ് FSH നോക്കുന്നതിലൂടെ പിറ്റ്യൂട്ടറി ആക്സിസ് കറക്റ്റ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതും നമ്മൾ നോക്കാറുണ്ട്. മൂന്നാമതായിട്ട്
നമുക്ക് പ്രധാനപ്പെട്ട ജനറ്റിക് അബ്നോർമാലിറ്റീസ്, അതായത് ചില ക്രോമസോമിന്റെ എണ്ണത്തിലുള്ള അബ്നോർമാലിറ്റി, ട്രൈസോമി പോലെയുള്ളതിൽ നമുക്ക് ആളെ കാണുമ്പോഴും അറിയാം ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആളെ എക്സാമിൻ ചെയ്യുമ്പോഴും നമ്മുടെ ആളുടെ ജനനേന്ദ്രിയം അതിന് ശരിക്കും വൃഷണങ്ങൾ യഥാ പൊസിഷനിലുണ്ടോ, ചില ആൾക്കാർക്ക് വൃഷണം ശരിക്കുള്ള പൊസിഷനിൽ ഉണ്ടാവില്ല, അതിന്റെ വലിപ്പം, അതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇരിക്കുന്നത്, അൺഡിസ്റ്റന്റ് ടെസ്റ്റസ് പോലെയുള്ള പ്രോബ്ലംസ്. അതുപോലെ ലിംഗത്തിന്റെ ഷേപ്പ്, അതിലെന്തെങ്കിലും പലപ്പോഴും ലിംഗത്തിന്റെ ഷേപ്പ് കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ദ്വാരം ശരിയായിട്ടുള്ള പൊസിഷനിലായിരിക്കില്ല, ഹൈപ്പോസ്പീഡിയസ് പോലെയുള്ള പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ സിമൻ ഡെപ്പോസിഷൻ സെക്സിന്റെ സമയത്ത് ശരിക്ക് നടക്കാതെ വരാം. അപ്പൊ ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സാമിൻ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വാരിക്കോസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന്റെ അസസ്മെന്റ് എന്ന് പറയുന്നത്, ഒരു രോഗത്തിന്റെ അസസ്മെന്റ് എന്ന് പറയുന്നത്. വാരിക്കോസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ വൃഷണങ്ങളിൽ നിന്ന് രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന അശുദ്ധ രക്തധമനികൾ, അതായത് വെയിൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്നത്, ആ രക്തധമനികൾക്ക് ഉണ്ടാകുന്ന വികാസം, അതാണ് വാരിക്കോസീൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ്. ഈ ഫ്രിഡ്ജിലൊക്കെ തണുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മുടെ വൃഷണങ്ങളിൽ നിന്ന് തിരിച്ചു പോകുന്ന ഈ രക്തധമനികളാണ് വൃഷണത്തിലേക്ക് പോകുന്ന രക്തത്തിലുള്ള ചൂട് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ വൃഷണങ്ങളെ തണുപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട്. അപ്പോൾ അത് തിരിച്ചു മര്യാദക്ക് രക്തം പോകുന്നില്ല, ഒഴുകുന്നില്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ നടക്കുന്നില്ല. അപ്പൊ വൃഷണത്തിലുള്ള ചൂട് കൂടും, അതുപോലെ ഫ്രീ റാഡിക്കൽസ് ആക്ടിവേറ്റ് ആയിപ്പോ. അപ്പോ ഈ സ്പെർമറ്റോജനസിസ്, അതായത് ബീജമുണ്ടാകുന്ന ഉൽപ്പാദിക്കുന്ന ആ ഒരു പ്രക്രിയ അത് വേണ്ട വിധത്തിൽ നടക്കില്ല. അതാണ് ഒരു ഹൈപ്പോത്തസിസ് ഈ വാരിക്കോസീലിനെ സംബന്ധിച്ചോ. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് അസസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്നത്. ഈ വെരിക്കോസിലിന്റെ എന്താണെന്ന് ചോദിക്കുകയാണ്. വെരിക്കോസിനെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണല്ലോ. അതെ. ഈ വെരിക്കോസിൽ ഉണ്ടാകാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒരു രോഗം എന്നുള്ള അവസ്ഥയിലല്ല ശരിക്കും വാരിക്കോസീൽ നമ്മൾ കാണുന്നത്, ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എങ്കിലും ചില വെയിനിലുണ്ടാകുന്ന ത്രോംബോസിസുകൾ, അതുപോലെ ചില ജനിതകപരമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് വെയിൻസിന്റെ വോളുകൾക്ക് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റി ഒക്കെ വെരിക്കോസീൽ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും മറ്റുള്ള സ്ഥലങ്ങളിലും ഈ പ്രോബ്ലം ഉണ്ടാവും. കാലിലൊക്കെ വെരിക്കോസ് വെയിൻസ് അതേ പത്തോളജി ഒരുമിച്ച് വരുന്ന ഒരു പ്രക്രിയ. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന വാരിക്കോസീൽ ഈ വന്ധ്യതയുമായിട്ട് ബന്ധമുള്ള വാരിക്കോസീലാണ്. അത് ഈ ഒരു ഗണത്തില് യഥാർത്ഥത്തിൽ പെടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ RCC ഉള്ള റീനൽ സെൽ കാർസിനോമയുള്ള ആളുകൾക്ക് പലപ്പോഴും വാരിക്കോസീൽ ഉണ്ടാവും, ത്രോംബോസിസ് വന്നിട്ട് രക്തധമനിയിൽ ത്രോംബോസിസ് വന്നിട്ട് ഉണ്ടാവാം. പക്ഷെ അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താറില്ല, കാരണം അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. നമ്മളിവിടെ പറയുന്ന വാരിക്കോസീലിന് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു പറയത്തക്ക ഒരു കാരണം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ സെക്സ് ലൈഫ് കറക്റ്റ് ആണോ എന്നുള്ളത്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതെ, അത് ഞാൻ വിട്ടുപോയി നേരത്തെ. അതാണ് നമ്മൾ ആദ്യം അത് ചോദിക്കേണ്ട കാര്യം. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ എല്ലാം ചെയ്ത് വരുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഇതുവരെ അവർക്ക് കൺസ്യൂമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതുവരെ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സോഷ്യലി ഉള്ള ഒരു പ്രോബ്ലമാണ്. സോഷ്യലി പുരുഷന്മാരുടെ ഒരു പ്രോബ്ലം അല്ലല്ലോ വന്ധ്യത എന്ന് പറയുന്നത്. വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു പ്രോബ്ലം ആയിട്ടാണ് അങ്ങനെയാണ്. അതെ, സമൂഹം ആദ്യം തന്നെ സ്ത്രീയാണല്ലോ ഇവാലുവേഷന് വേണ്ടി വരുന്നത്, സാറിന്റെ അടുത്തേക്കാണ് മിക്കപ്പോഴും. അപ്പോ പുരുഷന്മാർക്ക് ഇതിലുള്ള ഒരു സങ്കോചം നിമിത്തം തന്നെ ഇതിന്റെ കാര്യങ്ങൾ ആരും അസസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവസാനം എന്റെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് സെക്സ് നടന്നു ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയും. അപ്പൊ സെക്സ് നടന്ന സ്വാഭാവികമായിട്ട് കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോ ചിലപ്പോ അത് ഉദാഹരണത്തിന്റെ വൈകല്യങ്ങൾ കൊണ്ടാവാം. മിക്ക ഈ പ്രായത്തിലുള്ള ഉദാഹരണ വൈകല്യം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇതായിരിക്കും, മാനസികമായിട്ടുള്ള അടുപ്പക്കുറവോ അല്ലെങ്കിൽ ഈവൻ ടെൻഷൻ, ഭയങ്കര ടെൻഷൻ, അതുപോലെ തന്നെ ഈ ജീവിതശൈലിയുടെ ഭാഗമായിട്ടും വന്ധ്യത, ഇതൊക്കെയാണ് കോമൺ കാരണങ്ങൾ. ചില കാരണം ഇതിൽ മാത്രം രക്തധമനിയുടെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ടോ ഉണ്ടാവാം. എങ്കിലും 99% ഞാൻ കണ്ടിട്ടുള്ളത് സൈക്കോളജിക്കൽ ആയിട്ടുള്ളതാണ്. അവർക്ക് ചെറിയ എന്തെങ്കിലും മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക, കൗൺസിൽ ചെയ്യുക, അതുകൊണ്ടൊക്കെ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, അപ്പൊ ഇതാണ് ഒരു നട്ട്ഷെല്ലില് നമ്മളൊരു രോഗി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് കിടക്കും. എല്ലാവർക്കും ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമായിട്ട് വരും. ഒരു ഇൻഫെർട്ടിലിറ്റി ആയിട്ടൊരു കപ്പിൾ വരുമ്പോൾ നമ്മൾ അതിന് ഇൻഫെർട്ടിലിറ്റി എന്ന് ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്
ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഹോർമോണൽ പ്രൊഫൈൽ നോക്കും. പിന്നെ പലപ്പോഴും നമ്മൾ വാരിക്കോസീൽ നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് പ്രകാരം കാണുന്ന വാരിക്കോസീലാണ് പ്രധാനം എന്ന് പറയുമെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സായിപ്പിന്റെ കാര്യമാണ് പറയുന്നത്. കാണുന്ന വാരിക്കോസീൽ അവരെ വെള്ള തൊലിക്കൂടെ നമുക്ക് വാരിക്കോസീൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, നീലനിറത്തിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ സ്കിൻ കളർ കൂടുതലായതുകൊണ്ട് വാരിക്കോസീൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല പലപ്പോഴും. മാത്രമല്ല പലപ്പോഴും നമ്മുടെ ടെൻഷൻ കാരണം മറ്റോ അതിന്റെ മസില് ക്രമാസ്റ്റിക് മസിൽ ഡാർട്ടോസ് മസിൽ ചുരുങ്ങി കൺട്രാക്ട് ചെയ്തിരിക്കുമ്പോൾ ഒട്ടും ഇത് ചിലപ്പോൾ പുറത്തേക്ക് കാണില്ല. അതുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്യും, ഡോപ്ലർ സ്കാൻ ചെയ്ത് നോക്കും, വാരിക്കോസീല് ഗ്രേഡൊക്കെ നോക്കും നമ്മൾ. അത് വെച്ചിട്ട് നമ്മൾ വാരിക്കോസീൽ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയുടെ കോസ് ആയതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വാരിക്കോസീലിന്റെ കാര്യം. ഈ വെരിക്കോസീല് നമ്മുടെ ഇപ്പോൾ പുരുഷ വന്ധ്യതകളിൽ ഒരു എത്ര ശതമാനം അപ്രോക്സിമേറ്റ്ലി വെരിക്കോസീലും ഉണ്ടായിരിക്കും? അങ്ങനെ ഒരു ശതമാനക്കണക്ക് നമുക്ക് പറയാൻ കഴിയില്ല. നല്ലൊരു ശതമാനം ആളുകൾക്ക് നല്ല ശതമാനം ആൾക്കാർക്ക് കാണുന്നുണ്ട്. അതായത് ഒരു 15% പുരുഷന്മാർക്ക് വെരിക്കോസീൽ ഉണ്ടാവും എന്നാണ് പറയുക. അതിൽ തന്നെ ഈ വന്ധ്യതയുള്ള ആളുകൾക്ക് ഇതിന്റെ ശതമാനം കൂടുതലാണ്. 30%, 40% പലപ്പോഴും ഉണ്ടാവാറുണ്ട് വന്ധ്യതയുള്ള ആളുകൾക്ക് ഉള്ള വാരിക്കോസീലിന്റെ ശതമാനക്കണക്ക് പറയുമ്പോൾ. അപ്പം നമ്മൾ ഈ വെരിക്കോസീൽ യൂഷ്വലി ഒളിഗോസ്പെർമിയ, അതായത് കൗണ്ട് കുറവാണ് കാണുന്നത്. എസോസ്പെർമിയ യൂഷ്വലി കാണാറില്ല. ഇല്ല. അതൊരു പ്രധാനപ്പെട്ട, ഇത് എക്സാക്ട്ലി ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ആസോസ്പെർമിയ ആയിട്ട് വാരിക്കോസീൽ പ്രസന്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ ബൈലാറ്ററൽ രണ്ട് ഭാഗത്തും വളരെ ഗ്രേഡ് കൂടിയ വാരിക്കോസീൽ കാലങ്ങളായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഒരു സപ്രഷനുള്ള സാധ്യത തന്നെയുള്ളൂ. സാധാരണ രീതിയിൽ ഒലിഗോസ്പെർമിയ, അതായത് ബീജത്തിന്റെ എണ്ണം കുറവ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. രണ്ടാമത്തത് മോർട്ടലിറ്റിയിൽ ഉണ്ടാകുന്ന, അതായത് ബീജത്തിന്റെ അനക്കത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, എസ്തെനോസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് പലപ്പോഴും വാരിക്കോസീലിൽ ഉണ്ടാവുക. മൂന്നാമത് ആണ് ഷേപ്പിലുള്ള അബ്നോർമാലിറ്റി, DNA ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അതുകൊണ്ട് ഉണ്ടാകുന്ന മോർഫോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന വിഭാഗത്തിലോട്ടുള്ള അബ്നോർമാലിറ്റി. ഇതെല്ലാം പോസിബിൾ ആണ് വാരിക്കോസീലിൽ. പക്ഷേ ഏറ്റവും പ്രധാനം സാറ് പറഞ്ഞതുപോലെ ഒലിഗോസ്പെർമിയ തന്നെയാണ്. അപ്പോൾ നമുക്കിടയ്ക്കൊന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒളിഗോസ്പെർമിയ, എസോസ്പെർമിയ എന്ന് പറഞ്ഞു. ഇപ്പോൾ എസോസ്പെർമിയ എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പേംസ് ഇല്ല. ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേംസിൻ്റെ ക്വാളിറ്റി കുറവ്. അപ്പോൾ ഒരു നോർമൽ സെമൻ കൗണ്ട്, അതുപോലെ തന്നെ ഒളിഗോസ്പെർമിയ, ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇതിപ്പോൾ നോർമൽ കൗണ്ട് ഇപ്പോൾ WHO ആണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം വർഷങ്ങളായിട്ട് പണ്ടൊക്കെ ഒരു 10-15 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ വേൾഡ് വൈഡ് 20 മില്യൺസ് പെർ ml എന്നായിരുന്നു, ഓർ മോർ. പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞ് അപ്പോൾ WHO എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ വീണ്ടും സ്റ്റഡി തുടങ്ങുകയാണ് വേൾഡ് വൈഡ്. അപ്പം കാണുന്ന എന്താണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ഈ സ്പേമിൻ്റെ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരിലും. അപ്പം പിന്നീട് അവർ വീണ്ടും വന്ന് ഇപ്പം സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 15 മില്യൺസ് പെർ ml എന്നാണ് ഇപ്പം നോം. അതിൽ താഴെയാണെങ്കിൽ ഒലിഗോസൂസ്പെർമിയ എന്ന് പറയും. അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സ്പേം അറ്റ് ഓൾ, അസൂസ്പെർമിയ. നമ്മളിപ്പോൾ വെരിക്കോസീൽ വന്നാൽ ആദ്യം എന്ത് ചികിത്സയാണ് നിർദ്ദേശിക്കുന്നത്? വെരിക്കോസീലിന് യഥാർത്ഥത്തിൽ ഒറ്റ ചികിത്സയേ ഉള്ളൂ. വെരിക്കോസീൽ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റിയാണ് വെയിൻ്റെ. ആ അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ വെയിൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ശസ്ത്രക്രിയ തന്നെയാണ്. അത് മാത്രമാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ എംബോളൈസേഷൻ, അതായത് രക്തധമനികളോടെ പോയിട്ട് അതിനെ അടയ്ക്കുന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി അവൈലബിൾ ആണ്. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ യൂണിവേഴ്സലായിട്ട് ഫോളോ ചെയ്ത് വരുന്നത് ശസ്ത്രക്രിയ തന്നെയാണ്. ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ശസ്ത്രക്രിയകളുണ്ട്. ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയുണ്ട്. എങ്കിലും അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ എന്ന് പറയുന്നത് മൈക്രോ സർജിക്കൽ വാരിക്കോസിലെക്ടമി തന്നെയാണ്. അതായത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വൃഷ്ണത്തിലേക്ക് പോകുന്ന നമ്മുടെ സ്പെർമാറ്റിക് കോഡ് എന്ന് പറയുന്ന അത് തുറന്ന് അതിലുള്ള വെയിൻസിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് ആ വെയിൻസിനെ കട്ട് ചെയ്യുന്ന പ്രക്രിയക്കാണ് മൈക്രോ സർജിക്കൽ വാരിക്കോസിലെക്ടമി എന്ന് പറയുന്നത്. അത് നമ്മൾ മാഗ്നിഫിക്കേഷനിൽ ചെയ്യുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും. അതിലുള്ള ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ്, രക്തധമനികളാണെങ്കിലും ബീജം കൊണ്ടുവന്ന കുഴൽ, അതായത് വാസ് ഡിഫറൻസ് ആണെങ്കിലും, അതുപോലെ രക്തം അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആർട്ടറി,
രക്തധമനി ആർട്ടറി ആണെങ്കിലും നമുക്ക് കൂടുതൽ നന്നായി പ്രിസർവ് ചെയ്യാൻ പറ്റും, കാണാനും പ്രിസർവ് ചെയ്യാനും പറ്റും. അപ്പോൾ റിക്കറൻസ് റേറ്റ്സ് കുറവാണ് മൈക്രോ സർജിക്കൽ വാക്യൂസിലെക്ടമിക്ക്. അതുപോലെ കോംപ്ലിക്കേഷൻസും കുറവാണ്. അതായത് മറ്റ് സ്ട്രക്ചേഴ്സിന് ഉണ്ടാവുന്ന പരിക്കുകൾ അതൊക്കെ വളരെ കുറവാണ് മൈക്രോ സർജിക്കൽ വാക്യൂസിലെക്ടമിക്ക് ഉള്ളത്. ഈവൻ ലാപ്രോസ്കോപ്പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരെ അതാണ്. ഇപ്പം സാധാരണ നമ്മൾ കൗണ്ട് കുറവൊക്കെ വരുമ്പോൾ ചെറിയ ചികിത്സ നമ്മൾ തന്നെ കൊടുക്കും. ആദ്യം അവർക്ക് നമ്മൾ കുറച്ച് ആൻറ്റി ഓക്സിഡൻസും ക്ലോമിഫീനും ടെമോക്സിഫീനും കൊടുത്ത് നോക്കും. എന്നിട്ടാണ് നമ്മൾ സാധാരണ ആൻഡ്രോളജിസ്റ്റ് വിടുന്നത്. അപ്പോൾ വെരിക്കോസിൽ ചെയ്യുന്ന ഈ സർജറിയെ പറ്റി പറഞ്ഞല്ലോ. സർജറി ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതിയാവും അല്ലേ? മതി. വാരിക്കോസിൽ സർജറിക്ക് ഒറ്റ ദിവസമേ ആവശ്യമുള്ളൂ. പോസ്റ്റ് ഓപ്പ് ഡേ 1 നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. യൂഷ്വലി അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിനെ പറ്റി തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ വേദന ഒഴിച്ചിട്ട് വേറൊരു കോംപ്ലിക്കേഷനും നമ്മൾ സാധാരണ രീതിയിൽ കാണാറില്ല. വേദന ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാനും കഴിയില്ല എന്നർത്ഥം. തിയററ്റിക്കലി സ്പീക്കിംഗ് നമുക്ക് നീര് വരാം, ഇൻഫെക്ഷൻസ് വരാം, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിങ് ഉണ്ടാവാം, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും സാധാരണ രീതിയിൽ കാണാറില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ശസ്ത്രക്രിയയാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം മൈക്രോ സർജിക്കൽ വാക്യൂസിലെക്ടമി. നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ട് നല്ലൊരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ഇത് കൗണ്ട് കൂടാൻ നല്ല സാധ്യതയുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇത് ചെയ്ത് പിറ്റേ ദിവസം കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഉണ്ടാവില്ല. ഒരു 3 മാസം 6 മാസം വരെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സമയം എടുക്കാം റിക്കവറിക്ക് വേണ്ടിയിട്ട്. ഇത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ആദ്യം റിക്കവറി സാർ പറഞ്ഞ നമ്പർ ആണെന്നാണ്. നമ്പറുമാണ് മാക്സിമം ഇഫക്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർട്ടലിറ്റിയിലാണ് ഇഫക്റ്റ് കാണുന്നത്. കഴിഞ്ഞ് ലാസ്റ്റേ ഉള്ളൂ മോർഫോളജിയിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഗ്രേഡ് കുറഞ്ഞ വാരിക്കോസിലില് പലപ്പോഴും നമ്മൾ DNA ഫ്രാഗ്മെന്റേഷൻ ഇൻഡെക്സ് നോക്കി നമ്മൾ കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നതോറും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. DNA ഫ്രാഗ്മെന്റേഷൻ ഇൻഡെക്സ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജനിതകപരമായിട്ടുള്ള മെറ്റീരിയൽ DNA സ്പേമിലുള്ള ആ DNAക്ക് ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, DNA ഫ്രാഗ്മെന്റേഷൻ ഇൻഡെക്സ്. അപ്പൊ ആ ഇൻഡെക്സ് വളരെ കൂടുതലാണെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ കൂടുതലാണ്, മോശമാണ് ജനിതകപരമായിട്ടുള്ള ഇതെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ വാരിക്കോസിൽ ചെയ്യുന്നതിൽ കുറച്ചും കൂടി കാര്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ അതും ഒരു പോയിന്റ് ആണ്. നമ്മൾ പലപ്പോഴും DNA ഫ്രാഗ്മെന്റേഷൻ ഇൻഡെക്സ് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ വാരിക്കോസിൽ ചെയ്യാറുണ്ട് പലപ്പോഴും. നമ്മളിപ്പോൾ ആക്ച്വലി ഇതിൽ നമ്മൾ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടുവരുന്നത് നമ്മൾ വെരിക്കോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് നോക്കാമെന്ന് പറയുന്നതിനെക്കാട്ടും മിക്കവാറും ഒട്ടുമിക്ക ആൾക്കാർ അതിനു മുമ്പ് തന്നെ കൺസീവ് ചെയ്യും. മിക്കവാറും കൺസീവ് ചെയ്യും. ഇനി കൺസീവ് ചെയ്യാത്തവർ 6 മാസം വരെ വെയിറ്റ് ചെയ്യത്തുമില്ല. അതിനിടയ്ക്ക് തന്നെ അവർക്ക് അടുത്ത ചികിത്സ IVF ഇതിലൂടെ പോകുന്നത് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 3 മാസമായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു റീസണബിൾ ടൈം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് വെരിക്കോസ് ചെയ്തിട്ടും നമുക്ക് ശരിയായില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? വെരിക്കോസിൽ ചെയ്തിട്ട് ശരിയായില്ല, കൺസീവ് ചെയ്തില്ല, അതെ, സെക്കൻഡറി കോസുകളൊന്നും ഇല്ല. നമുക്ക് 2 തരത്തിൽ വരാലോ. ഒന്ന് വെരിക്കോസിലിന്റെ എഫക്റ്റ് വന്നു, അതായത് നമ്പറൊക്കെ കൂടി എന്നിട്ട് കൺസീവ് ചെയ്യുന്നില്ല. തിരിച്ചും വരാം, നമ്പർ കൂടിയുമില്ല, അങ്ങനെ സംഭവിക്കാം. ഈ 2 സംഭവത്തിലാണെങ്കിലും നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്കായിട്ട് ഈ ഉള്ള സ്പേം ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഞാൻ സാധാരണ രീതിയിൽ പേഷ്യൻസിനെ ഉപദേശിക്കാറ്. കാരണം കൂടുതൽ പിന്നെ നമ്മൾ മരുന്ന് ഇന്റർവെൻഷൻസ് ഒന്നും ഞാൻ പറയാറില്ല സാധാരണ രീതിയിൽ. അതുപോലെ നമ്മളിവിടെ വിട്ടുപോയ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ അസോസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുള്ള അതെ, അതിൽ തന്നെ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയ എന്ന് പറഞ്ഞിട്ട് റയർ ആണെങ്കിലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. അതായത് തടസ്സം കൊണ്ടുള്ള അസോസ്പെർമിയ എന്നിട്ട് ഇതുണ്ട്. അതിന്റെ ചികിത്സ ഇതായിട്ട് ബന്ധമുള്ളതല്ല, അതിന്റെ സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് വഴിയെ പറയാം. നമുക്ക് ഈ ഡയബറ്റിസും ഈ വന്ധ്യതയും പുരുഷവന്ധ്യതയും തമ്മിൽ എന്തെങ്കിലും പലതരത്തിലുള്ള ബന്ധമാണ് ഉള്ളത്. ഡയബറ്റീസ് ഒന്നാമതായിട്ട് തന്നെ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാം. അപ്പൊ നമ്മുടെ പുരുഷന്മാരുടെ ജനനേന്ദ്രിയ എന്ന് പറയുന്നത് സ്ത്രീകളുടെ പോലെയല്ല, വളരെ അധികം നമ്പർ ചെറിയ ചെറിയ ട്യൂബ്യൂളുകളെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഓരോ ഇൻഫെക്ഷനും ഈ ട്യൂബ്യൂൾസിനെ അടയാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്, ഡെബ്രിസ് വന്ന് അടഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റീസ് വന്ന്
ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്ന ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പിഡിഡൈമിറ്റിസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അവർക്ക് ആ ലെവലിൽ തന്നെ ചിലപ്പോ ഒബ്സ്ട്രക്റ്റഡ് ആവും. പിന്നെ മറ്റൊരു ഡയബറ്റീസിന്റെ മറ്റൊരു എഫക്റ്റ് ആണ് ഈ റെക്ടൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണ വൈകല്യങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഇജാക്കുലേഷനെ ബാധിക്കാം. അതായത് ലാസ്റ്റ് ഈ സെമൺ പുറത്തേക്ക് വരുന്ന പ്രക്രിയനെ ഡയബറ്റീസ് ന്യൂറോപ്പതി വേണം ചെയ്ത് കഴിഞ്ഞാൽ ബാധിക്കാം. അപ്പൊ ഈ രീതിയിലൊക്കെ ഡയബറ്റീസ് എല്ലാ രീതിയിലും ബാധിക്കാം. അതുപോലെ ഇൻഫെക്ഷൻസ് വരാൻ, ഡയറക്റ്റ് ഇൻഫെക്ഷൻ തന്നെ വരാൻ വേണം ടെസ്റ്റിക്കിൾസിന്. അപ്പൊ കൗണ്ട് താഴെ പോവാം. അപ്പോൾ ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ സെമന്റെ വിസ്കോസിറ്റി കൂടാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ അത് ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധമുള്ളതാണ് പറയുന്നത്. അതായത് ഇൻഫെക്ഷൻ ആയിട്ട് ബന്ധമുള്ളപ്പോൾ വിസ്കോസിറ്റി കൂടാൻ സാധ്യതയുണ്ട് ഡയബറ്റീസില്. അത് ശരി. അപ്പം നമ്മൾ ഈ സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ചില സമയത്ത് കൂടി കാണുമല്ലോ. അപ്പോൾ വിസ്കോസിറ്റി കൂടാനുള്ള കാരണങ്ങൾ യൂഷ്വലി അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ ഇൻഫെക്ഷൻ ആണ് നമ്മൾ മെയിനായിട്ട്. അതും നമ്മുടെ ഒരു ഹൈപ്പോത്തിസിസ് ആണ് ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. അല്ലാതെ വേറൊരു കാരണമൊന്നായിട്ട് വിസ്കോസിറ്റിയെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യാനും നമ്മൾ ഇതുവരെയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ബേസിക്കലി. അതെ. അപ്പോൾ ഈ വിസ്കോസിറ്റി, എന്റെ അടുത്ത് വിസ്കോസിറ്റി കൂടുതലായിട്ട് രോഗി വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എത്ര എണ്ണ ഉണ്ട് സ്പേം എന്നുള്ളത്. കാരണം ഇത് പരത്തി കിട്ടിക്കഴിഞ്ഞാല് ഇത് കൗണ്ട് ചെയ്യുന്ന ആളെ സമയത്തോളം കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം എംബ്രിയോളജിസ്റ്റുകൾക്കും നമ്മളവിടെ ഒരു എൻസൈംസ് ഒക്കെ ഉപയോഗിക്കാം. എൻസൈം ടാബ്ലറ്റ് ഇട്ടിട്ട് നമ്മൾ അത് ലൈസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക്സ് കുറച്ച് കൊടുക്കും. അതെ, കൾച്ചർ ചെയ്യും പലപ്പോഴും. കൾച്ചർ ചെയ്യും. കൾച്ചർ പലപ്പോഴും പോസിറ്റീവായിട്ട് വരാറുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസ് ചെയ്യുന്ന മ്യൂക്കോലൈറ്റിക് ഇനി നമുക്ക് അസൂസ്പെർമിയെ പറ്റി, അതാണല്ലോ ഇപ്പം നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യാനുള്ള പാഠം അല്ലേ. അപ്പോൾ അസൂസ്പെർമിയ പല രീതിയിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ഉണ്ട്, നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ഉണ്ട്, നമുക്ക് ടെസ്റ്റിക്കുലർ ഫെയിൽ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സാധാരണ ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം. ശരി. അസൂസ്പെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമണില് കാണാനില്ല, അതാണ് അസൂസ്പെർമിയ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തില് നമുക്ക് അതിനെ രണ്ട് വിഭാഗമാക്കാം. ഒന്ന് തടസ്സം കൊണ്ടുള്ള ഒബ്സ്ട്രക്റ്റീവ്, മറ്റേത് തടസ്സം ഇല്ലാത്ത അസൂസ്പെർമിയ. അതില് തടസ്സം ഉള്ള അസൂസ്പെർമിയ വളരെ കുറച്ചാണ് ആക്ച്വലി. മേജോറിറ്റി 90% തടസ്സം ഇല്ലാത്ത അസൂസ്പെർമിയ. അതുകൊണ്ട് തടസ്സമുള്ളതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ല. തടസ്സമില്ലാത്തതിന് നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ടെസ്റ്റിസ് സ്പേം എടുക്കുക. അത് ആണെങ്കിൽ 100% സക്സസ്ഫുൾ ആയിരിക്കും. തടസ്സം കൊണ്ടാണ് പുറത്തേക്ക് സ്പേം വരാത്തത്. അതിന് മുമ്പ് വെച്ചിട്ട് ടെസ്റ്റിസ് തന്നെ സ്പേം എടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ IVF ചെയ്യാൻ കഴിയും. നേരെ മറിച്ച് മറ്റേത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതിലെന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എന്താണ് അതിന്റെ കാരണം. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ കാരണം ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമുക്ക് അറിയില്ല, അതാണ് സത്യം. ഒരു നല്ല വിഭാഗം ആളുകളിലും നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ ഉള്ള ആളുകളിലും കാരണം അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇഡിയോപ്പതിക് എന്നാണ് അതിനെ നമ്മൾ ടെക്നിക്കലി വിശേഷിപ്പിക്കുന്നത്. വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരിലും മാത്രം നമുക്ക് ചില കോസസ് കാണും. അതിനെ വിവിധ കാരണങ്ങളായിട്ട് നമ്മൾ വർഗീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് ഹോർമോണിന്റെ അബ്നോർമാലിറ്റി, വളരെ വളരെ റയറാണ് ഹോർമോണൽ അബ്നോർമാലിറ്റി കൊണ്ട് അസൂസ്പെർമിയ ഉണ്ടാവുക എന്നുള്ളത്. ചെറുപ്പം മുതലേ ഹോർമോൺ ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴേ മാത്രമേ അത് അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തത് ഈ വൃഷണങ്ങൾക്ക് ജന്മന ഉള്ള അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ വൃഷണങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ്, മംസ് പോലെയുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വൃഷണം ഒക്കെ ചിലർക്ക് യഥാസ്ഥാനങ്ങൾ ഉണ്ടാവില്ല, ക്രിപ്റ്റോർക്കിഡിസം പോലെയുള്ള അബ്നോർമാലിറ്റി, ബൈലാറ്ററൽ ആണ്, രണ്ട് ഭാഗത്തും ആണെങ്കിൽ പലപ്പോഴും അതൊന്നും ഒരൊറ്റ സ്പേം പോലും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള വൃഷണങ്ങളുടെ അബ്നോർമാലിറ്റി, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന കാരണം. ഞാൻ നേരത്തെ പറഞ്ഞു വാരിക്കോസീൽ കൊണ്ട് ഒരു അസൂസ്പെർമിയ ഒക്കെ ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് ചിന്തിക്കലാണ്. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയയുടെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള കോസുകൾ. ഇതൊക്കെ വളരെ റയറാണ് താനും. എങ്കിലും നമ്മളതിന് ട്രീറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഈ ഹോർമോണുകളൊക്കെ നോക്കും. അതുപോലെ ജനിതകപരമായിട്ടുള്ള അബ്നോർമാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ആണ്. അപ്പൊ ജനിതപരമായിട്ട് അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു 10,000 ലക്ഷക്കണക്കിനൊക്കെ ഉണ്ടാവും. ആക്ച്വലി നമുക്ക് എണ്ണാൻ പറ്റില്ല, അത്രയധികം. നമ്മൾ സ്റ്റഡീസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ട്രാൻസ്ലൊക്കേഷൻ അബ്നോർമാലിറ്റീസ്, അതുപോലെ
ട്രൈസോമീസ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ചാപ്റ്റേഴ്സ് ആണ് ഓരോന്നും. പക്ഷെ ഇതൊന്നും കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ നോൺ ഒബ്സ്ട്രക്റ്റീവ് ആസ്പെർമിയ ഉള്ള ഒരു രോഗിയെ സംബന്ധിച്ചോളം കുറച്ചൊരു ഹോർമോണൽ മാനിപ്പുലേഷൻ കൊടുത്ത് ഒരു ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരിട്ട് സ്പേം റിട്രീവലിലേക്ക് പോവാന്നുള്ളതാണ് ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയുന്നതിനേക്കാളും, കാരണം സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു വന്ധ്യതാ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നേരിട്ട് സ്പേം എടുക്കാന്ന് വെച്ചാൽ പല രീതി ഉണ്ടല്ലോ. അതെ, അതിന് കോമൺ ആയിട്ടുള്ളത് ടിസ. ടിസ എന്നാൽ ടെസ്റ്റിക്കുലർ സ്പേം ആസ്പിറേഷൻ, അതാണ് ടിസ എന്ന് പറയുന്നത്. ടെക്നിക്കലി ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഒരു നീഡിൽ ഇടുക, ആ നീഡിൽ കൂടെ നമ്മള് ട്യൂബ്യൂൾസ് ആസ്പിറേറ്റ് എടുത്തിട്ട് അതിന്ന് സ്പേം കണ്ടുപിടിക്കുക. അത് എംബ്രിയോളജിസ്റ്റ് ആണ് അത് ചെയ്യുന്നത് ആ സമയത്ത്. അതാണ്. അപ്പൊ ഈ നമ്മൾ സ്പേംസ് എടുത്ത് എംബ്രിയോളജിസ്റ്റ് കൊടുത്താൽ നമ്മൾ ലാബില് എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ ആ ട്യൂബ്യൂൾസ് വരുമ്പോൾ നമ്മളതിനെ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ, അപ്പോൾ അതായത് ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം നോർമൽ ടി സി ആണെങ്കിൽ അത് അതിനൊരു 16 ടൈംസ് കൂടുതൽ മാഗ്നിഫിക്കേഷനിൽ വെച്ചിട്ട് നമ്മൾ അതിനെ ടീസ് ചെയ്യും. ആ ട്യൂബിൾസിനെല്ലാം ടീസ് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം നമ്മൾ അതിലും വലിയ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് ഏതാണ്ട് 200 ടൈംസ്, ശരിക്കുള്ള സ്പേം ഒരു 4 to 5 മൈക്രോൺസേ വലുപ്പമുള്ളൂ. അത്രയും ചെറുതാണ്, കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ഈ 200 ടൈംസ് വലുതാക്കിയുള്ള മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് അത് ആ ട്യൂബ്യൂൾസ് മൊത്തം, അത് ഇങ്ങനെ ഡിസെക്ട് ചെയ്ത ട്യൂബ്യൂൾസ് മൊത്തം നമ്മൾ ചെക്ക് ചെയ്യും. ഒരു സ്പേം എങ്കിൽ ഒരു സ്പേം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ സ്പേമിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ നമ്പർ നമ്മൾ നോക്കും, അതിൻ്റെ ക്വാളിറ്റി നോക്കും. ക്വാളിറ്റി പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മോർഫോളജി, നല്ല ഹെൽത്തി സ്പേം ആണോ, എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ആൻഡ്രോളജിസ്റ്റിന് റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ്, അതായത് ഇതൊക്കെ സെയിം ടൈമിലാണ് നടക്കുക. അപ്പോൾ അവിടെ അത് ഓപ്പൺ ആയിരിക്കും ടെസ്റ്റിസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ട് എന്ന് സ്പേം ഫൈൻഡ് ഔട്ട് ചെയ്താൽ അപ്പോൾ നെക്സ്റ്റ് എത്ര എണ്ണം വേണം, അപ്പോൾ നമുക്കത് ഇനഫ് ആണോ. ഇപ്പം പ്രോബ്ലി വൈഫ് സ്റ്റിമുലേഷൻ നടന്ന എഗ്ഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിലും നമുക്ക് കുറച്ച് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കേസിന് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മളവിടെ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ടീസർ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ട്യൂബ്യൂളിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും, ഓരോ ട്യൂബ്യൂൾ വരുന്നതിനനുസരിച്ച്. ഇത് ഒരു ചെറിയ സിമ്പിൾ പ്രൊസീജിയർ ആണ് അല്ലേ? സിമ്പിൾ പ്രൊസീജിയർ ആണ്. സാധാരണ രീതിയിൽ OP ബേസിസിലാണ് ഇത് ചെയ്യുന്നത്. എങ്കിലും ഞാൻ തിയററ്റിക്കലായിട്ട് പറയാം. തിയററ്റിക്കലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിതിനെ സിംഗിൾ സ്റ്റേജ് സ്റ്റെപ്പ് വൈസ് സർജിക്കൽ സ്പേം റിട്രീവൽ എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതൊരു OP പ്രൊസീജിയർ അല്ല. അത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മള് രോഗിയുടെ ടെസ്റ്റിസ് നിന്ന് സ്പേം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് ഈ ടിസല് മാത്രം ഒതുങ്ങില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും അത് എല്ലാവരും ഫോളോ ചെയ്യാറില്ല. സിംഗിൾ സെമിനിഫറസ് ട്യൂബ്യൂൾ ബയോപ്സി എന്ന് പറഞ്ഞിട്ട് മാപ്പ് ചെയ്തിട്ട്, അതായത് ടെസ്റ്റിസിന്റെ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കി അത് കൂടെ ഒരു ട്യൂബ്യൂൾസ് എടുത്ത് നമ്മൾ ചിലപ്പോൾ എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കും. അപ്പൊ എംബ്രിയോളജിസ്റ്റ് ഇതുപോലെ തന്നെ നോക്കിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നാണ്, ഇതിലെല്ലാവർക്കും ഏകാസ്വരം ഇല്ല, എക്സ്പേർട്സിന് എല്ലാവർക്കും, പലരും അങ്ങനെ ചെയ്യും. പക്ഷെ അതൊന്ന് എടുത്തിട്ട് എംബ്രിയോളജിസ്റ്റ് നമ്മളോട് പറയും ഇത് ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയും. ഇനി അതിലും കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ ഇതിന്റെ മൈക്രോ ടിസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുന്നത്. മൈക്രോ ടിസി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ സർജിക്കൽ പ്രൊസീജിയർ ആണ്. അത് അഡ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിനൊരു അനസ്തീസിയും വേണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ലോക്കൽ അനസ്തീസിയ ചെയ്യാൻ കഴിയും. ഇത് പ്രോപ്പർ ആയിട്ടുള്ള അനസ്തീഷ്യയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പേഷ്യന്റ് അഡ്മിറ്റ് ആക്കി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസ് നമ്മൾ തുറക്കും. ആക്ച്വലി നടുവിലൂടെ ഇപ്പൊ ടെസ്റ്റിസ് നമ്മളൊരു ഒരു മുട്ടയുടെ ഇതായിട്ട് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നടുവിൽ വെച്ച് അതിനെ തുറന്നിട്ട് നമ്മളിങ്ങനെ പിളർന്ന് ഇങ്ങനെ വെക്കും, ഒരു ബുക്ക് തുറക്കുന്ന പോലെ. അങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ 25x മാഗ്നിഫിക്കേഷൻ, വളരെ ഹൈ മാഗ്നിഫിക്കേഷനിൽ നമ്മൾ നോക്കും. നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ സ്പേംസ് ഉണ്ടായി വരുന്ന ട്യൂബ്യൂൾസ്, അതാണ് നമ്മൾ കാണുന്നത്. ആ ട്യൂബ്യൂൾസിന് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് സ്പേം കാണാൻ കഴിയില്ലെങ്കിൽ കൂടിയും നമുക്ക് കൂടുതൽ സ്പേം ഉണ്ടാവാൻ സാധ്യതയുള്ള ട്യൂബ്യൂളുകൾ വലുതായിട്ടും ഒപ്പൈക്കായിട്ടും നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി നല്ല ട്യൂബ്യൂൾസ് എവിടെയാണോ ഉള്ളത്, അത് എൻറ്റയർ ടെസ്റ്റിസിലുള്ള എല്ലാ ട്യൂബ്യൂൾസും മാക്സിമം ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ തിരഞ്ഞ് നല്ല ട്യൂബ്യൂൾസ് മാത്രം എടുത്തിട്ട് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ചെയ്യുന്നത്. അതിന്റെ സാമ്പിൾ ചിലപ്പോൾ വളരെ അധികമായിരിക്കും. ഈ പറഞ്ഞ പോലെ
എന്താ പറയുക നീഡിലിട്ട് ആസ്പിറേറ്റ് ചെയ്യണ പോലെ ആയിരിക്കില്ല, ഒരുപാട് സാമ്പിൾ ഉണ്ടായിരിക്കും. എംബ്രിയോളജിസ്റ്റിനെ സംബന്ധിച്ചോളം അതൊരു വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, അവർ റിപ്പോർട്ട് തന്നുകൊണ്ടിരിക്കും. ലൈവ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അത്. അതിനെ കുറിച്ചിട്ട് അപ്പോൾ അത് നോർമൽ ടി സിനേക്കാളും മൈക്രോ ടി എന്ന് പറയുമ്പം നമുക്കാണെങ്കിലും കുറച്ച് അവേഴ്സ് എടുക്കുന്ന, അപ്പം ആൻഡ്രോളജിസ്റ്റും അവിടെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മളും അപ്പം നേരത്തെ കുറച്ചുകൂടെ സിമ്പിളാണ്, കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് സ്പേം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ഒന്നും കൂടെ അതിനെ പ്രോപ്പർലി ഇങ്ങനെ ടീസൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ ചെറിയ ഡിഷിലാണ് അതിങ്ങനെ ഈ പറഞ്ഞ 200 ടൈംസ് വലുതായിട്ട് കാണുന്ന മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് നമ്മളത് ഒരു ചെറിയ ഭാഗം പോലും നമ്മളതിനെ വിട്ടുപോകാൻ പാടില്ല. കാരണം ടീസ ചെയ്തിട്ടില്ല, നോർമൽ സ്പേം ഇല്ല, ടീസ ചെയ്തിട്ടില്ല, ഫൈനൽ അറ്റംപ്റ്റ് ആണ് ഈ പേഷ്യൻറ്റിൻ്റെ. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു സ്പേം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് ആ സമയത്ത്. അപ്പം നമുക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പേഷ്യൻസ് വേണം, കുറച്ചുകൂടെ സമയം വേണം, സ്വാഭാവികം അതൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പം അത് ആ ഡിഷിൽ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ നമ്മൾ സ്പേമിനെ അതൊരിങ്ങനെ സിഗ്സാഗ് മൂവ്മെൻറ്റിലാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് മൂവ് ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്പേമിനെ കാണുകയാണെങ്കിൽ നമ്മളപ്പം ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ചിലപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വീണ്ടും എടുത്തേക്കാം. അത് പിന്നെ ബാക്കി നമ്മൾ നമ്പറും ഒക്കെ എത്തരാം. പക്ഷെ ചിലപ്പോൾ അത് 1 hour 2 hour 3 hours ഒക്കെ വരെ പോവാം, അത്രയും കിട്ടിയിട്ടില്ലെങ്കിൽ. ഒരു 2.5 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ നമ്മൾ രണ്ട് ഭാഗത്തും ചെയ്യേണ്ട വരികയാണെങ്കിൽ, രണ്ട് പ്രശ്നങ്ങളും ചെയ്യേണ്ട വരികയാണെങ്കിൽ എങ്ങനെയായാലും പിടിക്കും. നമ്മളാ ചിലപ്പോൾ നമുക്ക് വേഗം കിട്ടും, അങ്ങനെയാണെങ്കിൽ വേഗം കഴിയും എന്നേ പറയാൻ കഴിയുള്ളൂ. ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വൃഷണം നമ്മൾ ടെസ്റ്റ് നോക്കി അത് കഴിഞ്ഞ് എല്ലാം നോക്കി കഴിഞ്ഞ അവസാനം ഒരു സ്പേം ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. പക്ഷെ ആ ഒരു സ്പേം ചിലപ്പോൾ കുട്ടി ഉണ്ടാവാം. അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് അല്ല IVF എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ ചില പുതിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു ടെസ്റ്റിന് മൈക്രോ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ മറ്റേ ടെസ്റ്റ് ചെയ്തിട്ട് വലിയൊരു കാര്യമില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്? ഞാൻ ഇതിന്റെ പഠനങ്ങളെ കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിലൊരു പരിധി വരെ സത്യമുണ്ട്. അപ്പൊ അത് നമ്മളൊരു പേഷ്യന്റിനോടും അതുപോലെ വൈഫിനോടും സംസാരിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അവര് പറയുന്നതാണ് നമ്മൾ ഫൈനലായിട്ട് എടുക്കുന്നത്, രണ്ടു ഭാഗത്തും ചെയ്യണോ വേണ്ടത്. കാരണം ഇതിന്റെ മൈക്രോഡിസിക്ക് കോംപ്ലിക്കേഷൻസ് ചെറുതായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ഹോർമോണിന്റെ അളവൊക്കെ ചെറുതായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മിനിമം ഡിസെക്ഷൻ, അതാണ് മൈക്രോഡിസിയുടെ പ്രാധാന്യം. ഇല്ലെങ്കിൽ മൈക്രോഡിസിയുടെ ആവശ്യമില്ല, വെറുതെ തുറന്ന് കുറെ എടുത്തു കൊടുത്താലും മതിയല്ലോ. നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ഇതിലേക്ക് ടെസ്റ്റിസിന്റെ ഉള്ളിലുള്ള ചെറിയ രക്തധമനികൾ, അതായത് മൈക്രോ കാപ്പിലറീസ് പോലെയുള്ള രക്തധമനികൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയും അത് അവോയ്ഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പൊ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ, ബ്ലഡ് സപ്ലൈ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മൈക്രോഡിസ് ചെയ്യുന്നത്. ഡാമേജ് കുറവായിരിക്കും. അതെ, ഡാമേജ് കുറവായിരിക്കും ടെസ്റ്റിസിന്. അപ്പൊ ആ ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ചെയ്ത് നിർത്തുന്നതിലും തെറ്റില്ല. പക്ഷെ നമ്മളത് പേഷ്യന്റിനോട് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തിരിക്കണം എന്ന് മാത്രം. മറ്റേ ഭാഗത്ത് ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ട് കിട്ടാനുള്ളത്. ഇപ്പം മൈക്രോഡിസ്ക്ക് വരുന്നൊരു പേഷ്യൻറ്റിന് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ എന്തൊക്കെ ചെയ്യേണ്ടത്? മൈക്രോഡിസിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ ജനിതപരമായിട്ടുള്ള ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ അത് നമ്മൾ അവരോട് പറയും ബേസിക്കലി. രണ്ടാമത് ജനിതകരമായ ടെസ്റ്റ് എന്ന് വെച്ചാൽ Y ക്രോമോസോം മൈക്രോഡിഷൻ, അതെ, അങ്ങനെയുള്ള ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ അവരോട് ഉപദേശിക്കും, ചെയ്യാൻ വേണ്ടി ഉപദേശിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഹോർമോൺ പ്രൊഫൈൽ ഒന്ന് നോക്കും. കാരണം കൺവെൻഷനലി നമ്മൾ വിചാരിക്കുന്നത് FSH കൂടുതലുള്ള ആളുകൾക്ക് മൈക്രോഡിസ് പരാജയപ്പെടാൻ സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൺവെൻഷണൽ വിസ്ഡം പറയുന്നത്. പലപ്പോഴും പഠനങ്ങൾ അതിന് വിരുദ്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി. അപ്പൊ ഇതൊക്കെ നമ്മൾ എസെൻഷ്യൽ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പിന്നെ അവരോട് നമ്മൾ സക്സസ് റേറ്റിനെ കുറിച്ച് പറയണം. സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ പറയാറ് ഏകദേശം 50% എന്നാണ് പറയാറ്. 60-66% വരെയൊക്കെ സക്സസ് റേറ്റ് ഉള്ള പഠനങ്ങളുണ്ട്. 60-70% വരെയൊക്കെ സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ സ്പേം റിട്രീവൽ റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൂടാണ്ട് എന്താ പറയാ, എംബ്രിയോ ട്രാൻസ്ഫർ ഇംപ്ലാന്റേഷൻ റേറ്റും അതുപോലെ തന്നെ ലൈവ് ബർത്ത് റേറ്റ് ഒക്കെ വേറെ ഉണ്ട്. അതും ഇതായിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ സ്പേം റിട്രീവൽ റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്പേം റിട്രീവൽ റേറ്റ് ഏകദേശം അതുവരെയൊക്കെ പറയുന്ന പഠനങ്ങൾ കൂടി ഉണ്ടെങ്കിലും നമ്മളൊരു പ്രാക്ടിക്കലായിട്ടൊരു 50% വരെയാണ് നമ്മൾ അതിൽ പറയുന്നത്. അതുപോലെ ഇത് കഴിഞ്ഞ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചിട്ട് നമ്മൾ പറയും. ഇത് ഞാൻ പറഞ്ഞല്ലോ, അഡ്മിറ്റ് ചെയ്തൊരു 3 ദിവസം എങ്കിലും നമ്മൾ
ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യാറുണ്ട്. 2 ദിവസം 2-3 ദിവസമാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുക. ടോട്ടലാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് എന്തോ കുറച്ച് ഒരു വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള മെഡിക്കേഷൻസ് ഉണ്ടാവും, ആന്റിബയോട്ടിക് ഉണ്ടാവും, ഒരു റെസ്റ്റ് ഒരാഴ്ചയുടെ അടുത്ത് നമ്മൾ ടോട്ടൽ പറയാറുണ്ട്. ഇതൊക്കെയാണ് മൈക്രോടിസിന്റെ ഒരു പേഷ്യന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. കോംപ്ലിക്കേഷൻസിനെ സംബന്ധിച്ചോളം ഞാൻ സാറോട് പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ ആണ് ഒരു സാധ്യതയുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതുപോലെ ഹൈപ്പോഗൊണാഡിസം, അതായത് ഹോർമോണിന്റെ കുറവ്, അതും ഒരു കുറവാണ്. ആക്ച്വലി 20% താഴെ നമ്മൾ സാധാരണ രീതിയിലായിട്ട് കാണാറുള്ളൂ ഹൈപ്പോഗൊണാഡിസം ആണെങ്കിലും. അത് ട്രീറ്റബിൾ ആണ്, നമുക്ക് വലിയ പ്രശ്നമുള്ള കോംപ്ലിക്കേഷൻ അല്ല എന്നർത്ഥം. ഡോക്ടർ, സർജറി കഴിഞ്ഞപ്പം ഒരു 1 വീക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഈ സാധാരണ, അതായത് ഒരു വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന ജോലി പോലത്തെ ജോലികൾക്കൊക്കെ പോകുന്ന ആളുകൾക്കും ആ 1 വീക്ക് മതി, ബാക്കി അവർക്ക് നോർമൽ? അത് ഓരോരുത്തരുടെ പെയിൻ ടോളറൻസ് അനുസരിച്ചിട്ടാണ് അതിന്റെ ഇരിക്കുന്നത്. സത്യം പറയുക കഴിഞ്ഞാൽ 2 വീക്സ് മാക്സിമം അതിന്റെ ആവശ്യമേ വരുന്നുള്ളൂ സാധാരണ രീതിയിൽ. 2 വീക്സോട് കൂടിയിട്ട് നോർമൽ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ചില ആൾക്കാർ ഒരുപാട് സൈക്കിളൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമ്മൾ വേണം കഴിഞ്ഞാൽ ഒരു 1 മന്ത് വരെയൊക്കെ വേണം കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ പറയാം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്നതാണ് 2 ആഴ്ച കഴിഞ്ഞ്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിലും പല സ്ഥലത്തും മൈക്രോഡിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതെ അല്ലേ? അത് മിക്കവാറും ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടും മൈക്രോഡിസിന്റെ സക്സസ് റേറ്റ്സ് കൂടിയോണ്ടും ആയിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, അത് പൊതുജനങ്ങളുടെ ഇടയിലുള്ള അവബോധം വർദ്ധിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന പ്രക്രിയയാണ്. അതെ, ഇപ്പം നമ്മൾ പറയുമ്പോൾ തന്നെ മൈക്രോഡിസ് പണ്ട് നമ്മൾ പറയുമ്പോൾ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പലർക്കും മനസ്സിലാക്കി വെച്ചിട്ടാണ്. കറക്റ്റ്, അവർ വന്ന് നമ്മളോട് പറയും മൈക്രോഡിസിന്റെ കാര്യം. സാറ് ആദ്യം പറഞ്ഞല്ലോ, ഈ സ്ത്രീകളായിട്ട് ബന്ധിപ്പിച്ചാൽ നമ്മൾ എപ്പോഴും വന്ധ്യതയെ ഡിസ്ക്രൈബ് ചെയ്തു. ഇപ്പൊ അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പുരുഷന്മാർക്കും ഇതിന്റെ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെയുള്ളത് ആളുകൾക്ക് അറിയാം. അത് വളരെ ശരിയാണ്. കാര്യം പണ്ടൊക്കെ നമ്മൾ ഒരു വെരിക്കോസിൽ ചെയ്യാൻ പറയുമ്പോൾ പുരുഷൻസ് അതിൽ നിന്ന് വളരെ റെസിസ്റ്റൻസാണ് വരുന്നത്, ചെയ്യത്തില്ല. ഈവൻ നമ്മൾ സെമൻ അനാലിസിസ് പരിശോധിക്കാൻ പറയുമ്പോൾ പോലും ഇനി കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് 2-3 വിസിറ്റിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ ഇപ്പം മാറി വന്ന് ഇപ്പം ഒരു ആദ്യമേ തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ സെമൻ അനാലിസിസ്. സാറേ, ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനുള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ സെമനാണ് സ്പേം എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ബീജം എന്ന് പറഞ്ഞാൽ സെമൻ പുറത്ത് വരുന്നുണ്ടെങ്കിൽ അതിൽ ബീജം, ആക്ച്വലി ബീജം അതിൽ 5% മാത്രമേ ഉള്ളൂ, ബാക്കി കുറേ ഫ്ലൂയിഡാണ്. അപ്പോൾ ആളുകൾ പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണ സ്പേം, അതായത് ബീജം ശുക്ലം ഉണ്ടെങ്കിൽ അത് ബീജം ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ ഉണ്ട്. കറക്റ്റാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ അതിന് ഈ നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്ന ഇതിൽ പെടുന്ന ആളുകൾ, കപ്പിള്, അവരെ സംബന്ധിച്ചോളം അവർ പലപ്പോഴും വരുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും ഇത് നോർമലാണ്, സെക്ഷൽ ഫംഗ്ഷൻ നോർമലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഞങ്ങൾക്ക് മാരേജ് ആയിട്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ വരാം. അപ്പൊ നമ്മളിതൊക്കെ ചെയ്യേണ്ടി വരും. ഈ സ്പേം അനാലിസിസ്, ഹോർമോണൽ ടെസ്റ്റ് ഒക്കെ നമ്മളപ്പോ ബേസിക്കലി, അതായത് പുരുഷന്റെയും അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇപ്പൊ ഉണ്ട് ആക്ച്വലി. അതുപോലെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾ കുറച്ചു കാലം കഴിഞ്ഞ് കുട്ടികൾ വേണം എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തില് നമ്മുടെ അടുത്ത് ഈ കൺസീവ് ചെയ്യുന്നതിന് മുമ്പുള്ള കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വരും. അപ്പോഴും നമ്മള് ഈ ഹോർമോൺ പ്രൊഫൈലും അതുപോലെ സെമൻ അനാലിസിസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും അവബോധം കൂടി വരുന്നുണ്ട്. പിന്നെ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ. അതിനെപ്പറ്റി ഉണ്ട്. റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ പലപ്പോഴും കാരണമൊന്നും ഇല്ലാതെ തന്നെ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവും. റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരേണ്ട സെമൺ അകത്തേക്കാണ് പോകുന്നത്, മൂത്രസഞ്ചിയിലേക്കാണ് പോകുന്നത്. അതാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ. ഡയബറ്റീസുകാർക്ക് കൂടുതലല്ലേ? അതെ. അത് ഞാൻ എന്തുകൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് ഇവിടെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ വന്ധ്യതയെ കുറിച്ച് പറയുമ്പോൾ മിക്കപ്പോഴും ഒരു 45 വയസ്സിന് താഴെ ഒക്കെയുള്ള ആളുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഒരു കാരണമാവാൻ ചാൻസ് കുറവാണ്. നേരെ കുറച്ച് പ്രായം കൂടുന്തോറും ഡയബറ്റീസ് കൊണ്ടുള്ള റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മൂത്രം പോകുന്നതിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട്. ആൽഫ ബ്ലോക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാല് പലപ്പോഴും എല്ലാവർക്കും റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ മെയിൻ ആയിട്ട് ഡ്രഗ്സ് ആണ് നമ്മൾ ഒരു കാരണമായിട്ട് കാണുന്നത്. മെഡിസിൻസ് കഴിക്കുമ്പോഴാണ് അത് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റി,
പിന്നെ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ് കൊണ്ട് വരാം. ബ്ലാഡർ നെക്കിനെ ബാധിക്കുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് റിട്രോഗ്രേഡ് ചികിത്സ കാരണം. അങ്ങനെയുള്ള ആളുകൾക്ക് മൂത്രത്തിന്ന് നമുക്ക് ബീജത്തിനെ വേർതിരിച്ചെടുക്കാൻ കഴിയും. നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അതെ, അത് വെച്ച് നമുക്ക് അത് വെച്ച് IUI ഒക്കെ ചെയ്യാൻ കഴിയും. കറക്റ്റ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ തൃഷ്ടാവില്ല. അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അതിന്റെ ട്രീറ്റ്മെന്റ്. മരുന്നുകളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉള്ളൂ. ഇപ്പോൾ മൈക്രോട്ടിസ് ചെയ്തു, സ്പേം കിട്ടി, നമുക്ക് ഇക്സി ആണല്ലോ പിന്നെ ചെയ്യേണ്ടത്. ഇക്സി ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരക്കാർ രോഗികളിൽ ഇക്സി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എംബ്രിയോസിനെ പറ്റിയും അതിനെപ്പറ്റിയും ഒന്ന് വിശദീകരിക്കാം. എംബ്രിയോസ് മൈക്രോട്ടീസ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഒരു ലിമിറ്റഡ് നമ്പർ ആയിരിക്കും സ്വാഭാവികമായിട്ടും കിട്ടുക. അപ്പോൾ ചില പേഷ്യൻസിൽ നല്ല മോർഫോളജി തന്നെ ആയിരിക്കും. അതായത് നമ്മൾ ഇജാക്കുലേറ്റിൽ എങ്ങനെ നോർമൽ സെമനിൽ എങ്ങനെ ഒരു സ്പേം ഉണ്ടാവും അതേ മോർഫോളജിക്കലായിട്ടുള്ള നല്ല ഹെഡും ടെയിലും ഒക്കെ ആയിട്ടുള്ള സ്പേം ആയിരിക്കും. പക്ഷേ മറ്റു ചില കേസുകളിൽ, അതായത് കൂടുതലും അങ്ങനെ അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയാം, മോർഫോളജിക്കലി അത്ര നല്ലതായിരിക്കില്ല സ്പേം. പിന്നെ നമ്പറും വളരെ കുറവായിരിക്കും, മോട്ടിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഇക്സ് ചെയ്യുന്നതിന് മുന്നേ ഈ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോട്ടിസയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ എടുക്കും. അതേപോലെ കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ സ്പേമിനെ കണ്ടുപിടിക്കുന്നതും നല്ല മോർഫോളജി ഉള്ള സ്പേമിനെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ സമയം എടുത്തിട്ട് അതിനെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ എഗ്ഗിൻ്റെ അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഏതാണെന്ന് ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്പേമിനാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്പേം നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ശരിക്കും നല്ല മോർഫോളജിക്കലിയും എല്ലാം നല്ലതാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷനൊക്കെ സാധാ മറ്റ് സാമ്പിൾ പോലെ തന്നെയുള്ള ഫെർട്ടിലൈസേഷൻ റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. സാധാ ഇജാക്കുലേറ്റഡ് നോർമൽ സ്പേമിൻ്റെ ഫെർട്ടിലൈസേഷൻ റേറ്റും അതായത് ബീജസങ്കലനമൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കാറുണ്ട്. പക്ഷേ ഈ മോർഫോളജി മോശമായിട്ട് നമുക്ക്, അതായത് വേറെ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ മോർഫോളജി കുറച്ച് മോശമാണെങ്കിലും അത് എടുത്തേ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം ഇക്സി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫെർട്ടിലൈസേഷൻ റേറ്റൊക്കെ കുറച്ച് കുറവായിരിക്കും. പിന്നെ എംബ്രിയോ ഡെവലപ്മെൻറ്റ് റേറ്റും ഡെവലപ്പ് ചെയ്യുന്ന രീതിയും കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പിന്നെ എംബ്രിയോയുടെ ക്വാളിറ്റിക്കും ചിലപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രഗ്നൻസി ആവാനുള്ള പോസിബിലിറ്റിയും കുറച്ച് കുറയും. പക്ഷേ നമ്മളത് കുറച്ചും കൂടെ ഈ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം സ്പെഷ്യൽ ഇൻക്യുബേറ്റേഴ്സൊക്കെ ഉണ്ട്. അതായത് നമ്മൾ നോർമൽ ഇൻക്യുബേറ്റേഴ്സിൽ നമ്മൾ അതിന് എംബ്രിയോനെ ചെക്ക് ചെയ്യണമെങ്കിൽ അതിന് ഇൻക്യുബേറ്ററിന് പുറത്തെടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ച് നോക്കണം അതെങ്ങനെയുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോസ്കോപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ എംബ്രിയോസ്കോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ ഈ സ്പെഷ്യൽ കേസസ് ഒക്കെ അതിലാണ് വെക്കുന്നത്. എംബ്രിയോസ്കോപ്പിൽ എംബ്രിയോ വളരുമ്പം നമുക്കതിനെ ലൈവായിട്ട് 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം വരെ നമുക്ക് കാണാം, അതിനെ മോണിറ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ പുറത്തെടുക്കുക വേണ്ട. അപ്പോൾ നമ്മൾ ആ മോണിറ്ററിൽ നോക്കി എംബ്രിയോ എങ്ങനെ ഗ്രോ ചെയ്യുന്നു, അത് ഏത് സ്റ്റേജിലാണ്, എന്താണ് ക്വാളിറ്റി, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആ ഇൻക്യുബേറ്റർ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ കേസസ് നമ്മൾ പെർട്ടിക്കുലർലി മൈക്രോട്ടീസ ഏത് ക്വാളിറ്റി ആയാലും നമ്മൾ അതിനടുത്താണ് അതിനെ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ എംബ്രിയോ ക്വാളിറ്റി പ്രതീക്ഷിക്കാം. പക്ഷെ എന്നിരുന്നാലും മൈക്രോട്ടീസയിൽ മോർഫോളജി മോശമുള്ള കേസാണെങ്കിൽ കമ്പയർഡ് ടു നോർമൽ കേസസ് നമ്മളെ ഫെർട്ടിലൈസേഷൻ റേറ്റും എംബ്രിയോ ഡെവലപ്മെൻറ്റും കുറച്ച് കുറവായിരിക്കും. വലിയ വ്യത്യാസമില്ല. മാത്രമല്ല സക്സസും വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ലതാണെങ്കിൽ നല്ല സക്സസ് റേറ്റ് ഒക്കെ ഉണ്ട്. ഈ മൈക്രോട്ടീസ ചെയ്ത് കിട്ടുന്ന എംബ്രിയോസ് നമുക്ക് മറ്റ് എംബ്രിയോസിനെ പോലെ ഫ്രീസ് ചെയ്യാൻ പറ്റുമോ? ഫ്രീസ് ചെയ്യാൻ പറ്റും. ഫ്രീസ് ചെയ്യാൻ നമുക്ക് ഏത് എംബ്രിയോ വേണമെങ്കിലും നമുക്ക് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഫ്രീസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് എത്ര നാൾ വെക്കാൻ പറ്റും ഒരു എംബ്രിയോ? ഓക്കെ, ആക്ച്വലി ഫ്രീസ് ചെയ്ത് വെക്കുന്ന ആ എംബ്രിയോക്കൊരു ഇപ്പം അതിന് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രീസ് ചെയ്യുന്ന പ്രോസസ്സ് സംഭവിക്കുമ്പോഴും തിരിച്ചത് തോയിങ് എന്ന് പറയും, വാർമിങ്, തിരിച്ചത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് 37 ബോഡി ടെമ്പറേച്ചർ കൊണ്ടുവരുന്ന ആ പ്രോസസ്സിൽ മാത്രമേ ഈ എംബ്രിയോന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ ചില എംബ്രിയോസ് അത് അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല, അത് നമുക്കറിയില്ല, ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അതല്ലാതെ ഇത് നമ്മൾ എന്നിട്ട് -196 ലിക്വിഡ് നൈട്രജനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 10 വർഷമോ 20 വർഷമോ എത്ര വർഷം വേണമെങ്കിലും വെക്കാം. ഇപ്പം എവിഡൻസ് ഇത്രയും കാലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 32 വർഷം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന എംബ്രിയോ ആണ് ഈ റീസെൻ്റ്ലി ഒരു 1 ഇയർ ബാക്ക് ആണെന്ന് തോന്നുന്നു. അതിനെടുത്ത് തിരിച്ചത് കുട്ടിയായി. അപ്പോൾ അതിനകത്ത് അതൊന്നും സംഭവിക്കില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ആ ലിക്വിഡ് നൈട്രജൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര വർഷങ്ങൾ വേണമെങ്കിലും അത് അവിടെ ഫ്രീസ്ഡ് ആണ്. അതായത് നമ്മൾ ആ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പാണ്. അപ്പോൾ അത് എത്ര വർഷം വേണമെങ്കിൽ ഇരിക്കും. പക്ഷേ ഈ ഡാമേജ് പറ്റുന്നുണ്ടെങ്കിൽ അത് 10 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ 1 മണിക്കൂർ ശേഷം നമ്മൾ എടുത്താലും പറ്റാനുള്ള ഡാമേജ് ആണെങ്കിൽ പക്ഷേ അതൊക്കെ വളരെ ചെറിയ ശതമാനമേ ഉള്ളൂ. 1-2% മാത്രമേ അത് പറ്റുള്ളൂ.
ഇനി ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബ്ലാസ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന എംബ്രിയോ, നമ്മൾ ഇപ്പോൾ ഒരു IVF ലബോറട്ടറിനെ സംബന്ധിച്ച് മാക്സിമം ഒരു എംബ്രിയോ വളരുക എന്ന് പറയുന്നത് 6 days വരെയാണ് മാക്സിമം. ഒരു 6 day ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്ക് പിന്നെ അതിനെ നമ്മൾ അതിൽ ഒന്നും ചെയ്യാനില്ല ഈ ഇൻക്യുബേറ്ററിൽ. അപ്പോൾ ഈ ഇൻക്യുബേറ്ററിൽ വളർത്തിയിട്ട് 5ാമത്തെ സ്റ്റേജ്, ഇൻക്യുബേറ്ററിൽ നിന്നല്ല നമ്മുടെ ശരീരത്തിനകത്തുമൊക്കെ നമ്മളൊക്കെ ഉണ്ടായ നമ്മുടെ 5ാമത്തെ ദിവസം നമ്മളൊരു എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്ത് ആദ്യം ഒരു ഒറ്റ കോശമായിരിക്കും. ആ കോശം ഡിവൈഡ് ചെയ്ത് കുറേ നമ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരു ഷേപ്പ്, ഒരു റൗണ്ട് ഷേപ്പ്, പ്രോപ്പർ ഷേപ്പായിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ്, അതിന് 2 ഭാഗങ്ങളുണ്ടാവും. ഇന്നർ സെൽമാസ് എന്നും പറയും, ട്രോഫെക്ടോഡ്. ഈ ഇന്നർ സെൽമാസ് ആണ് കുട്ടിയായിട്ട് വളരുന്നത്, മറ്റേത് പ്ലാസൻ്റ് ആയിട്ട് മാറും. ആ 2 ഡിഫറൻഷിയേഷൻ വരുന്ന ഘട്ടമാണ് ഈ Day 5. അപ്പോൾ ആ Day 5 ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് നമ്മൾ എംബ്രിയോനെ വിളിക്കുന്നത്. അതാണ് നമുക്ക് അതിനാണ് കൂടുതൽ സക്സസ് റേറ്റും ഉണ്ടാകുന്നത്, വിജയസാധ്യതയും കൂടുതലായിരുന്നു. അത് ശരി. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റിൽ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉചിതമായ പോസിബിൾ ആണെങ്കിൽ തിയററ്റിക്കലി ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളത് ഡയറക്റ്റ് യൂട്രസിലേക്ക് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ Day 5 നമ്മൾ ഇവിടെ യൂട്രസിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന Day 5. ശരി. അപ്പം അത് അതിൻ്റെ ഒരു നാച്ചുറൽ വേ ആണ് കൂടുതൽ. പിന്നെ എംബ്രിയോ സെലക്ഷനും ബെറ്റർ ആണ് ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതിനു മുമ്പും അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും, ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. Day 3 നമ്മൾ പൊതുവേ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. Day 3 ട്രാൻസ്ഫർ ചെയ്യാം. Day 3 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എംബ്രിയോയ്ക്ക് ഒരു 45% ആണ് വിജയ സാധ്യത എങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ ഒരു 55 to 60% വരെ പോസിബിലിറ്റി ഉണ്ട് പോസിറ്റീവ് ആവാൻ. അതുപോലെ ഈ എംബ്രിയോ ഗ്രേഡ് എന്ന് പറയുന്നത് ഡോക്ടർ, ആക്ച്വലി എംബ്രിയോ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 2നും 2. അപ്പോൾ Day 3 വരെ വളർച്ചയെത്തിയ എംബ്രിയോക്ക് ഒരു ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ആണ്, ബ്ലാസ്റ്റോസിസ്റ്റിന് വേറെ ടൈപ്പാണ്. പക്ഷേ ഈ ഗ്രേഡ് ഇപ്പം നമ്മളവിടെ പല സിസ്റ്റംസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ച് ഞങ്ങൾ ഗ്രേഡ് 1, 2, 3, 4 Day 3 എംബ്രിയോസിന്. അപ്പോൾ അത് അതിൻ്റെ സെൽ നമ്പറും പിന്നെ അതിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. മോർഫോളജി നോക്കി ഒരു ക്രൈറ്റീരിയ ഉണ്ട്, മോർഫോളജി നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഗ്രേഡ് 1 എംബ്രിയോ ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ 2, പിന്നെ 3, 4 എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല. 3 ആണെങ്കിലും അതിനൊരു സപ്പോർട്ടും കൂടെയൊക്കെ ഉണ്ടെങ്കിലേ 3 ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ അതിന് സാധ്യത വളരെ കുറവ്. അപ്പോൾ ഗ്രേഡ് കുറയുന്നതനുസരിച്ച് പോസിറ്റീവ് ആവാനുള്ള ചാൻസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എംബ്രിയോ സെലക്ഷൻ ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി 2 വാക്ക് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ മറ്റെല്ലാ ഫീൽഡിലും ഉള്ള പോലെ AI ഇതിലും വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ട് അതിന് സെലക്ട് ചെയ്യാൻ പറ്റും ഇൻ ഫ്യൂച്ചർ. ആസ് ഓഫ് നൗ അപ്പോൾ ഒരു ബെസ്റ്റ് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു എംബ്രിയോളജിസ്റ്റ് വർഷങ്ങളായിട്ട് എംബ്രിയോസിനെ കാണുകയാണ്. അപ്പോൾ ആ ആൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിലൂടെ അതിനെ നോക്കുമ്പോൾ ആ ആൾക്ക് അതിന് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിന് ഇത്ര ഒരു പോസിബിലിറ്റി എന്ന് ഇപ്പോൾ പറയാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ ഭാവിയിൽ AIക്ക് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ AI കുറേ എംബ്രിയോസ് ഇമേജസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ ചില കമ്പനീസൊക്കെ ചില മൈക്രോസ്കോപ്പൊക്കെ ഇൻക്യുബേറ്റേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത്. പക്ഷേ അറ്റ് ദി മൊമെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വൺ. സോ അതായത് നമുക്ക് ഒരു പക്ഷേ ആഫ്റ്റർ 10 years നമുക്ക് AIനോട് ചോദിച്ചാൽ AI കറക്റ്റ് ഇത്ര ചാൻസ് ഉണ്ട്, ഈ എംബ്രിയോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താൽ 60% ചാൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമായിരിക്കാം. പക്ഷേ ആസ് ഓഫ് നൗ അത് സ്റ്റിൽ അത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ചില ആളുകൾ ട്രൈ ചെയ്യാം. ഇപ്പോൾ എംബ്രിയോളജിയിൽ വരുന്ന ഏറ്റവും ആധുനികമായ അഡ്വാൻസസ് എന്തൊക്കെയാണ് ഭാവിയിൽ ഇനി പുറഞ്ഞ് വരാൻ സാധ്യതയുള്ള? സ്വാഭാവികമായിട്ടും AI ഒന്ന് ആണ്. AI അസിസ്റ്റ് ചെയ്തിട്ടുള്ള മോർഫോളജിക്കൽ അസസ്മെൻറ്റും ആൻഡ് സക്സസ് പ്രഡിക്ഷനും ഉണ്ടാവാം ഫ്യൂച്ചറിലേക്ക്. പിന്നെ റോബോട്ടിക് ഇക്സി ഓൾറെഡി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന്. ഞങ്ങളുടെ ജോബൊക്കെ പോകുമെങ്കിലും റോബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അപ്പോൾ അത് ഒരു അഡ്വാൻസ്, എനിക്കറിയില്ല അത് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണ്, എത്രത്തോളം ഫിനാൻഷ്യലി മാനേജബിൾ ആണ്. അത് ഒരു നെക്സ്റ്റ് അഡ്വാൻസ്മെൻ്റ് ആണ്, അറിയില്ല എത്രത്തോളം പോസിബിൾ ആണെന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഡോക്ടറുടെ മൈക്രോടീസയിലും നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് സ്പേമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ടെസ്റ്റിസിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നോക്കിയിട്ടും ഇന്ന സ്ഥലത്ത് സ്പേം ഉണ്ട് എന്ന് പറയാനും, അല്ലെങ്കിൽ സ്പേമിൻ്റെ ആ ഒരു കപ്പാസിറ്റി പ്രഡിക്റ്റ് ചെയ്യാനും, ഊസൈറ്റിൻ്റെ കപ്പാസിറ്റി പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെ
അത് ഇനി ഫ്യൂച്ചറിലേക്ക് വരാനിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മൾ PGTA എന്ന് പറയും, അത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. അതായത് ബേസിക്കലി മൾട്ടിപ്പിൾ അബോർഷൻ ആവുന്ന പേഷ്യൻസിനൊക്കെ അപ്പോൾ നമ്മളവിടെ ചെയ്യുന്ന PGTA. അപ്പോൾ അത് അവർക്ക് ഒരു പക്ഷേ ക്രോമസോമിൽ എന്തെങ്കിലും അനോമലി ഉള്ളതുകൊണ്ടായിരിക്കാം അത് പോസിറ്റീവ് ആവാത്തത്. ഇനി അതല്ല, അത് പോസിറ്റീവ് ആയാൽ തന്നെ അത് അബോർഷൻ ആയി പോകുന്നു കുറച്ച് കൊണ്ട് കഴിയുമ്പോൾ 2 monthsനൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും ആവുന്ന പേഷ്യൻസിനെ നമ്മൾ ഈ PGTA സജസ്റ്റ് ചെയ്യും. അതായത് നോർമൽ IVF ചെയ്തിട്ട് അതിന് നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ അത് വളരണം. PGTA-യുടെ ഒരു ഇതെന്ന് വെച്ചാൽ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ വളർന്നിട്ട് ആ ബ്ലാസ്റ്റോസിസ്റ്റാണ് നമ്മൾ ജനറ്റിക് ടെസ്റ്റിന് അയക്കുന്നത്. അപ്പം അവർ ആ ജനറ്റിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് തരും. നമ്മളിപ്പോൾ ഒരു 10 എംബ്രിയോ, പൊതുവേ 10 ഒന്നും കിട്ടില്ല ഒരു പേഷ്യൻറ്റിന്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നോർമൽ ക്രോമസോമ്, ഏതൊക്കെയാണ് അബ്നോർമൽ ക്രോമസോം. അപ്പോൾ അബ്നോർമൽ ക്രോമസോം ഉള്ളത് അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാനേ പറ്റുള്ളൂ, നല്ലതല്ല. നോർമൽ ഉള്ളത് മാത്രം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് കൂടുകയും അബോർഷൻ ആവാനുള്ള പോസിബിലിറ്റി കുറയുകയും ചെയ്യും. ഒരിക്കലും 100% കിട്ടുന്നല്ല, പക്ഷെ അതൊരു അഡ്വാൻസ്മെൻ്റ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പേഷ്യൻസിലൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ അവിടെ കോമൺ ആയിട്ട് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ PGTA പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ എംബ്രിയോ ബയോപ്സി ആണ് ചെയ്യുന്നത്. അപ്പോൾ ബയോപ്സി ചെയ്യാതെ നമുക്ക് സ്പെൻഡ് മീഡിയയിൽ നമുക്ക് PGT ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്പെൻ മീഡിയന്നും നമുക്കിത് ടെസ്റ്റ് ചെയ്യാം, പക്ഷേ അത് സ്റ്റിൽ അത് റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അതിപ്പോഴും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. ഈ സ്പെൻ മീഡിയ, അതായത് എംബ്രിയോ വളരുന്ന ആ മീഡിയ എടുത്തിട്ട്, അതായത് എംബ്രിയോനെ നമ്മൾ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഫൈനലായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു അഡ്വാൻസ്മെൻറ്റ് ഇപ്പം പാരൻസിന്, ഇപ്പം നമ്മളവിടുത്തെ പോലെ തന്നെ താലസീമിയ ഒക്കെ ഉള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ടല്ലോ പല കൺട്രീസിൽ നിന്നും വരുന്നത്. അപ്പോൾ ആ പേഷ്യൻസിന് താലസീമിയ ഇല്ലാത്തൊരു കുട്ടി വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ ഇതേ ഓപ്ഷനുള്ളൂ. അപ്പോൾ അവർ ഇൻഫെർട്ടൈൽ ആയിരിക്കില്ല, അവർ നോർമലി ഫെർട്ടൈൽ ആയിരിക്കും, പക്ഷേ അവർക്ക് താലസീമിയ ഇല്ലാതെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ താലസീമിയ ഇനി അസുഖം ഇല്ലാത്തൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്രിയോയിൽ അസുഖമുള്ള കുട്ടി ഏതാണ്, അസുഖമില്ലാത്ത കുട്ടി ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് അത് ഓൺലി ജനറ്റിക് അസുഖങ്ങൾ മാത്രം, അല്ലാതെ മറ്റസുഖങ്ങളൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള സെമൺ അനാലിസിസ് ഉണ്ട്. അതിനെ അത് എങ്ങനെയാണ് അതിന്റെ അതിപ്പോൾ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, 10-20 വർഷം മുന്നേ ഉണ്ട്. പക്ഷെ അതത്ര പ്രാക്ടിക്കൽ അല്ലാത്ത ഒന്ന്, കാസ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അത് നമുക്ക് സ്പേമിൻ്റെ, നമുക്കിപ്പോൾ നോർമലി IVF-ലേക്ക് പോകണോ IUA-ലേക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മൾ അതിൻ്റെ നോർമൽ മോട്ടിലിറ്റിയും കൗണ്ടും ഒക്കെ മതി ആക്ച്വലി. പക്ഷേ ഇത് അതിൻ്റെ കൂടെ തന്നെ വെലോസിറ്റിയും അതിൻ്റെ ആക്സലറേഷനും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തരും. സോ അത് ബേസിക്കലി റിസർച്ച് ലാബ്സിലാണ്, എക്സ്റ്റെൻസീവായിട്ട് റിസർച്ച് ചെയ്യുന്ന ലാബ്സിലാണ് കൂടുതലായിട്ടും അത് ഫീസിബിൾ ആവുള്ളൂ. നമുക്ക് സാധാരണ മോർഫോളജി അതിൽ അറിയാൻ കഴിയും. നമ്മൾ നേരത്തെ എറക്ടൈൽ ഡിസ്ഫങ്ഷനെ പറ്റി പറഞ്ഞാലല്ലോ, ആക്ച്വലി വന്ധ്യതയ്ക്ക് അതൊരു കാരണമാണ്. അതിൻ്റെ ചികിത്സയെ പറ്റി സാറിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, നമ്മളിവിടെ യങ് പേഷ്യൻസിന്റെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യങ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 90% ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കും സാധാരണ രീതിയിലുള്ളത്. അപ്പോൾ എങ്കിലും നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. ഷുഗർ ഉണ്ടോ എന്ന് നോക്കുക, കൊളസ്ട്രോളിന്റെ അളവ് നമ്മൾ പരിശോധിക്കും. അതുപോലെ ചിലപ്പോൾ നമ്മൾ TSH നോക്കും, തൈറോയിഡിന്റെ പ്രവർത്തനം നമ്മൾ നോക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ചില ആളുകൾ നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും, രക്തഓട്ടത്തിന്റെ കുഴപ്പം കൊണ്ടല്ലേ ഇത് എന്ന്. രക്തഓട്ടത്തിന്റെ കുഴപ്പമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്തഓട്ടത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ അതിനൊരു കാരണം ഉണ്ടോന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രക്തധമനിക്ക് അടവോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. രക്തോട്ടം നമ്മുടെ രക്തധമനികൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന നമ്മുടെ വികാരങ്ങൾ അനുസരിച്ചിട്ടാണ്. അപ്പൊ അതിലുണ്ടാവുന്ന വേരിയേഷൻസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമ്പോ ഒക്കെ, അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ല ഒരു വ്യക്തിയോട്, അങ്ങനെയൊക്കെ വരുമ്പോഴും നമുക്ക് ഉദാഹരണത്തിന് ബ്ലഡ് ഫ്ലോ കുറയുകയും ഉദാഹരണ വൈകല്യം ഉണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാത്തിലും എല്ലാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഒരു കാരണം ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കതിലും ഉണ്ടാവില്ല എന്നതാണ് സത്യം. എങ്കിലും നമ്മൾ ഹോർമോൺസും നോക്കും, ടെസ്റ്റോസ്റ്ററോൺ പോലെയുള്ള ഹോർമോൺസും നോക്കും. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒരു നല്ല വിഭാഗം രോഗികൾ നമ്മളോട്, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് പറയുന്നതാണ് രക്തോട്ടം അസസ് ചെയ്യണം, അതിനെന്താണ് വഴിയെന്ന് നമ്മളോട് ചോദിക്കും. അതിന് പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് സ്കാനിങ് തന്നെയാണ്, അൾട്രാസൗണ്ട് സ്കാനിങ്. എന്നിട്ട് നമ്മൾ ഈ ഇൻട്രാകാവർണോസൽ ഇഞ്ചക്ഷൻ, അതായത് ഈ പെനിസിലിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നോക്കും നമ്മൾ.
അപ്പൊ ഈ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക അളവിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് നോർമൽ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അത് അബ്നോർമൽ എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈവൻ ആ ടെസ്റ്റിന് പോലും ചില അപാകതകളുണ്ട്. അതായത് ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് അബ്നോർമൽ ആയിട്ട് വരാം, അതുപോലെ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും നോർമൽ ആയിട്ടും വരാനാണ് വെച്ചാൽ അവർക്ക് പ്രായോഗികമായിട്ട് ഇറക്ഷൻ ഇല്ല, പക്ഷെ ഇതിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇറക്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഏറ്റവും പ്രധാനം ഹിസ്റ്ററി തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അതായത് മോർണിംഗ് ഇറക്ഷൻ, അതായത് രാവിലെ നമ്മൾ എനിക്കുണ്ടാവുന്ന പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ഇറക്ഷൻ ഉണ്ടോ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആളുടെ ഇറക്ടൈൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാസ്റ്റുർബേഷന്റെ സമയത്തുള്ള ഇറക്ഷൻ നോർമൽ ആണോ, സിറ്റുവേഷനിലാണോ ഇറക്ഷൻ, അത് ചില സമയത്ത് ഉണ്ടാവില്ല, ചില സമയത്ത് ഉണ്ടാവും, അങ്ങനെയാണോ. അതുപോലെ ഇറക്ഷൻ അബ്നോർമാലിറ്റിയുടെ തോത്, അതായത് വളരെ ഹാർഡ് ആവാത്തതാണോ അതോ തീരെ ഹാർഡ് ആവില്ലേ, ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യണം. ഇതൊക്കെ അസസ് ചെയ്ത് നമുക്ക് ഏകദേശം അറിയാം ഇത് സൈക്കോളജിക്കലാണോ അല്ലേ എന്നുള്ളത്. ഒരു നല്ല വിഭാഗം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോഴും നമ്മൾ ചെറിയ തോതിൽ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് രീതി. മരുന്നാണ് മെയിൻ സ്റ്റേ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ വയാഗ്ര പോലെയുള്ള വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും മരുന്നുകൾ, സിൽഡനാഫിൽ അല്ലെങ്കിൽ ടെഡൻഡാഫിൽ, അതിനെ കറക്റ്റ് ഡോസിൽ കറക്റ്റ് ടൈമിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല്, കാരണം അത് ഇപ്പൊ സെക്ഷൽ ഇന്റർകോഴ്സിന് ഇത്ര സമയത്തിന് മുമ്പ് കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിച്ചില്ലെങ്കിൽ അതിന്റെ എഫക്ട് അതിന് കിട്ടില്ല. അപ്പോൾ ട്രീറ്റ്മെന്റ് എന്നത് യഥാർത്ഥമായിട്ടുള്ള മരുന്ന് കറക്റ്റ് ഡോസിൽ കറക്റ്റ് ടൈമിൽ കഴിച്ചാൽ മാത്രമേ അതിന്റെ എഫക്ട് ഉണ്ടാവും. 90% ആൾക്കാർക്കും, 90 അല്ല അതിനേക്കാളും കൂടുതൽ 95% ആൾക്കാർക്കും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും. യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കോൺഫിഡൻസ് ആവുന്നതോട് കൂടിയിട്ട് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനും കഴിയും. അതാണ് നമ്മൾ സാധാരണ രീതിയിൽ കാണാറുള്ളത്. പിന്നെ ഒരുപാട് വേറെ ട്രീറ്റ്മെന്റുകളുണ്ട്. ഷോക്ക് വേവ് തെറാപ്പി, വാക്വം അസിസ്റ്റഡ് ഇറക്ഷൻ മുതലായിട്ടുള്ള തെറാപ്പി. അതൊക്കെ സാധാരണ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ ഉപദേശിക്കാനുള്ളത്. അതൊന്നും നമുക്ക് ഒരു മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയാനും കഴിയില്ല. അടുത്ത മെയിൻ സ്റ്റേ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പിനൈൽ പ്രോസസ് ഇൻസെർഷൻ ആണ്. അത് വിവിധ തരം പ്രോസസ് ഉണ്ട്. അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ യഥാർത്ഥ ഇത് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രോസസ് എന്ന് പറയുന്നത് AMS പ്രോസസ്സുകളാണ് ഏറ്റവും നല്ല പ്രോസസ്സുകൾ ഉള്ളത്. അതൊരു ഹൈഡ്രോളിക് സിസ്റ്റം ആണ്. നമ്മളൊരു പമ്പ് ഞെക്കുമ്പോൾ ഇറക്ഷൻ വരികയും ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ ഇറക്ഷൻ പോവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഈ AMS 700 എന്ന് പറഞ്ഞിട്ടുള്ള പിനൈൽ പ്രോസസ് സിസ്റ്റം. ഞാൻ സാറോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ സാർ എന്റെ അടുത്തേക്ക് ഒരു കപ്പിളിനെ വിടുന്നു, ഞാൻ മെയിൽ ഇവാലുവേഷൻ ഒക്കെ ചെയ്തു, ആൾക്ക് ഒലിഗോസ്പെർമിയാണ്, അതായത് സെമന്റെ ക്വാളിറ്റി കുറവാണ്. അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഞാൻ തിരിച്ചയക്കുന്നു സാറിന്റെ അടുത്തേക്ക്, അപ്പോഴും ഫുൾ എന്താ പറയാ പ്രഗ്നൻസി ആവുന്നില്ല. അപ്പൊ സാറ് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് സാറ് അവിടെ ഓഫർ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ചെയ്യുന്നത് IUI എന്ന് വെച്ചാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. സെമൻ എടുത്ത് വാഷ് ചെയ്ത് നല്ല സ്പേംസ് മാത്രം എടുത്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് 100% മോട്ടിലിറ്റി ആക്കി നമ്മൾ ഓവുലേഷൻ ടൈമിൽ യൂട്രസിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനാണ് IUI എന്ന് പറയുന്നത്. അതിന് മെയിൻലി 2 ഇൻഡിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ഒളിഗോസ്പെർമിയ ഇതുപോലെ, 2 അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി, അതിന് നമ്മൾ IUI ചെയ്യാറുണ്ട്. 3 നമുക്ക് വേണമെങ്കിൽ പേഷ്യൻ്റ് ഡിമാൻഡ് ചെയ്യും. ചിലപ്പോൾ IUI ചോദിച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ 1-2 പ്രാവശ്യം IUI നോക്കും, ചിലപ്പോൾ കൺസീവ് ചെയ്യാറുണ്ട്. സോറി, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം നോർമലാണ്. അതായത് നമുക്ക് നോക്കി ടെസ്റ്റുകളൊക്കെ നോർമലാണ്, വേറെ നമുക്കൊന്നും പ്രശ്നങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 7 നോഡ് നോർമലാണ്, ഫീമെയിൽ ഫാക്ടർ നോർമലാണ്. എന്നിട്ട് ഗർഭിണിയാവുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു ചികിത്സാ രീതിയാണ് IUI. പക്ഷേ സെമന്റെ ക്വാളിറ്റി ഉണ്ടാവണം അല്ലേ? അല്ല, അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ സെമന്റെ ക്വാളിറ്റി നല്ലതായിരിക്കും. ഒളിഗോസ്പെർമിയ ആണെങ്കിൽ സെമന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവണ്ടേ? ക്വാണ്ടിറ്റി ഉണ്ടാവണം. ക്വാളിറ്റിയും അത് അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി. മറ്റേ ഒളിഗോസ്പെർമിയ ആണെങ്കിൽ നമ്മളതിനെ വാഷ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് മോട്ടിലിറ്റി ആക്കി നമ്മൾ ഇൻജെക്ട് അങ്ങനെ ചെയ്യും. ഇനി നമുക്ക് ഇപ്പോൾ സർജിക്കൽ സ്പേം റിട്രീവലാണ് ചെയ്യുന്നതെങ്കിൽ സാറ് എന്താണ് ഓഫർ ചെയ്യുന്നത്? സാറ് ICSI എന്ന് പറഞ്ഞില്ലേ, അതിനെ കുറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോൾ IVF എന്താണെന്ന് അറിയണം. IVF എന്ന് വെച്ചാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. നമ്മൾ സ്പേമും എഗ്ഗും ഫെർട്ടിലൈസ് ചെയ്യുന്ന ബോഡിക്ക് വെളിയിൽ. ആദ്യം നമ്മൾ അതാണ് ആദ്യം തുടങ്ങിയ കാലത്ത് IVF ആയിരുന്നു ചെയ്യേണ്ടത്. അത് മെയിൻലി ഫീമെയിൽ ഫാക്ടർ, ട്യൂബൽ ബ്ലോക്ക്, അതൊക്കെ ആയിരുന്നു നമ്മൾ ആ സമയത്ത് ചെയ്തേക്കുക. അതിന് നമുക്ക് ഒരു സെമൻ്റെ കുറച്ച് കോൺസെൻട്രേഷൻ വേണം, നല്ല കൗണ്ട് വേണം. അപ്പോൾ സ്വാഭാവിക സങ്കലനം സ്പേമും
എഗ്ഗും കൂടെ ഒരു ഡിഷിൽ വെച്ച് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്ത് ഗർഭിണിയാക്കും, ഇത് ഭ്രൂണം ഉണ്ടാക്കും. അതിനാണ് IVF ചെയ്തത്. അത് കഴിഞ്ഞാണ് ഇക്സി കണ്ടുപിടിച്ചത്. ഇക്സി വെച്ചാൽ ഒരു എഗ്ഗിന് ഒരു സ്പേം മതി. അപ്പോൾ ഫീമെയിൽ, നമ്മളിപ്പോൾ പുരുഷ വന്ധ്യയെ പറ്റി പറയുന്നുണ്ട്, ഈ മെയിൽ ഫാക്ടറിന് വളരെ സ്പേംസ് കുറവാണെങ്കിൽ നമ്മൾ ഒരു സ്പേം കിട്ടിയാൽ പോലും നമ്മൾ ഒരു എഗ്ഗിനകത്ത് ഒരു സ്പേമിനെ എടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യും. അതിനാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ ചെയ്ത് ഭ്രൂണം ഉണ്ടാക്കി ആ ഭ്രൂണത്തിനെടുത്ത് നമ്മൾ സ്ത്രീയുടെ യൂട്രസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സി നമ്മൾ മെയിൻലി കൂടുതലും മെയിൽ ഫാക്ടറാണ് ആദ്യം. പണ്ട് മെയിൽ ഫാക്ടറിന് അത്ര ചികിത്സയില്ലായിരുന്നു. ഇക്സി വന്നപ്പോൾ ഉണ്ടായി. വളരെ സ്പേംസ് കുറവുള്ളവർക്കും ഇറ്റീസ ചെയ്യുമ്പോഴൊക്കെ സ്പേംസ് വളരെ കുറവുള്ളവർക്കും അപ്പോൾ സാർ ഈ എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ലൈനിൽ IUIയിലേക്ക് പോകാൻ കാരണം? IUI എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളത്? IUI കുറച്ചുകൂടെ സിംപ്ലറാണ്, 2 കോസ്റ്റ് എഫക്റ്റീവാണ്, വലിയ ചിലവ് വരുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടും പിന്നെ നമുക്ക് സീരീസ് ഓഫ് സ്കാൻസ് ഒരു മേജർ ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ട്രോമയിൽ കൂടെ പേഷ്യൻ്റ് പോകണില്ല. അതുകൊണ്ടാണ് നമ്മൾ IUI ചെയ്യുന്നത്. ഇപ്പോൾ IUI കുറച്ച് ഒരു 5 മില്യൺ സ്പേംസ് എങ്കിലും ഉണ്ടെങ്കിലാണ് സാർ നമ്മൾ IUI ചെയ്യുള്ളൂ. യൂഷ്വലി 5 മില്യൺ ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ. ഇതിനൊന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂട്ട്സ് ഇല്ല, എന്നാലും ഉണ്ടെങ്കിൽ നമ്മൾ IUI ചെയ്ത് റിലേറ്റീവ്ലി ഇപ്പോൾ കോസ്റ്റ് എഫക്റ്റീവാണ്, സിംപ്ലറാണ്. നമുക്ക് 2-3 മാസം 2 പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിന് ശരിയായിട്ടാണ് നമ്മൾ ഇക്സിയിലോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ അവിടെ വിറ്റ്നസിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് വിറ്റ്നസിങ് സിസ്റ്റം എന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി? സാർ, അതായത് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണ IVFനെ പറ്റിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ ഒരു ലേമൻ്റെ ലാംഗ്വേജ് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്കൊക്കെ നമ്മളെയൊക്കെ കൂടുതൽ ആളുകൾ പരിചയപ്പെടുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് നമ്മുടെ തന്നെയാണോ അതോ മാറിപ്പോകും, നിങ്ങളിത് ചെയ്യുമ്പം മാറിപ്പോകില്ലേ എന്നുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ത്രെട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിറ്റ്നസിങ് സിസ്റ്റം ഉണ്ട്. അപ്പം ഇപ്പോൾ കാലങ്ങളായി ട്രഡീഷണലി നമ്മൾ അത് മാനുവൽ വിറ്റ്നസിങ് സിസ്റ്റമാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു ഡിഷിൽ നിന്ന്, ഇപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുമെങ്കിലും ആക്ച്വലി നമ്മൾ ആ ഡിഷിലാണ് ചെയ്യുന്നത്, ചെറിയ ഡിഷിൽ, പരന്നിട്ടുള്ള ചെറിയ ഡിഷിൽ. അപ്പോൾ ഈ ഡിഷ്, അപ്പോൾ ഒരു പേഷ്യൻറ്റിന് തന്നെ നമുക്ക് ഒരു ഡിഷിൽ നിന്ന് മറ്റു ഡിഷിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എഗ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പേം ആണെങ്കിലും ഇനി എംബ്രിയോ ആണെങ്കിലും. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് അവിടെ എന്തെങ്കിലും ഒരു ഇത് വരുന്നത്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ. പക്ഷേ അത് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണ്, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു എംബ്രിയോളജിസ്റ്റ് ആണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എംബ്രിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ കൂടെ നിൽക്കുന്നുണ്ടാവും, എപ്പോഴും ഒരാളുണ്ടാവും കൂടെ. അപ്പോൾ ആ ആൾ ഈ എംബ്രിയോളജിസ്റ്റ് ഈ പേര് വായിക്കും, ആ ആളും ആ പേര് ഒച്ചത്തിൽ വീണ്ടും വായിക്കും. ഇത് വളരെ മാനുവലായിട്ടുള്ള മെത്തേഡാണ്, വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം പേരും വായിച്ചിട്ട് 2 ഡിഷിലും ആ പേരും ആ നമ്പറും അവരെ ഹോസ്പിറ്റൽ നമ്പറും കൂടെ വായിച്ച് കൺഫേം ആയതിനു ശേഷം മാത്രമേ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അത് മാത്രമല്ല, അറ്റ് എ ടൈം ഒരു പേഷ്യൻറ്റിൻ്റെ ഡിഷ് മാത്രമേ ആ ടേബിളിൽ ഉണ്ടാവുള്ളൂ, ഒറ്റ പേഷ്യൻ്റ് മാത്രം. പിന്നെ അത് ഇൻക്യുബേറ്ററിലൊക്കെ പ്രോപ്പർലി ലേബിൾ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോഴാണ് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ സമയത്തേ അത് വരുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ട്, ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലാണെങ്കിലും എല്ലായിടത്തും ഉണ്ട് ഒരു ഇലക്ട്രോണിക് വിറ്റ്നസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ ഇനി അറിയാതെ തന്നെ എന്തെങ്കിലും മാറിപ്പോയാൽ തന്നെ അത് അവിടെ ഒരു സിസ്റ്റത്തിൽ നമ്മളൊരു ഫ്രണ്ടിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്, ചെറിയൊരു ഐപാഡ് പോലത്തെ, അതിലത് ബ്ലോക്ക് ചെയ്യും, അത് അലാം അടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ട്യൂബും അല്ലെങ്കിൽ ഒരു ഡിഷും മറ്റൊരു പേഷ്യൻ്റെ ഡിഷും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അത് മാച്ച് ആവുന്നില്ല എന്ന് കാണിക്കും. നോട്ട് മാച്ചിങ് 100% പ്രൂഫാണ്. അതിൽ പിന്നെ നമുക്ക് അതല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി മാനുവൽ ചെയ്യുന്നുണ്ട്, മാനുവൽ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോണിക് വിറ്റ്നസിങ് സിസ്റ്റം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മാറാനുള്ള സാധ്യത നമ്മളിവിടെ നമ്മൾ ഒരു 1-2 വർഷമായിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് വിറ്റ്നസിങ് സിസ്റ്റം യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു ടെൻഷൻ ആവശ്യമില്ല. ഇപ്പം നമുക്ക് മൈക്രോഡിസ് ചെയ്തു, എന്തിനും സ്പേംസ് കിട്ടിയില്ല. എനിക്ക് 2 സംശയങ്ങളുള്ളത്. ഒന്ന്, മൈക്രോഡിസ് റീഡൂ ചെയ്തിട്ട് കാര്യമുണ്ടോ? 2, സ്പേംസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത നമ്മൾ അവർക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാക്കാനുള്ളൊരു ചികിത്സ? സാർ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. കാരണം മൈക്രോഡിസ് റീഡൂ ചെയ്തിട്ട് കാര്യമുണ്ടോ വെച്ചാൽ തിയററ്റിക്കലി കാര്യമുണ്ട് തന്നെ വേണ്ടി പറയേണ്ടി വരും. അതായത് പലപ്പോഴും ഒരു പ്രാവശ്യം മൈക്രോഡിസ് ചെയ്തിട്ട് കിട്ടാത്ത രോഗികൾക്ക് വീണ്ടും മൈക്രോഡിസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്.
മാത്രമല്ല ഇപ്പൊ പുതിയ ഇതായിട്ട് വരുന്ന മൈക്രോ ഫ്ലൂയിഡിക് പോലെയുള്ള ടെക്നോളജീസിൽ AI ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാല് മനുഷ്യൻ മിസ് ചെയ്ത് പോകുന്ന സ്പെർമിനെ കൂടി ചിലപ്പോൾ അത് പിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ എങ്ങനെയാണെങ്കിലും ഒരു മൈക്രോട്ടിസയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ എന്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ കൂടിയും ഭാവിയിൽ നിങ്ങൾക്കൊരു സാധ്യത തുറന്നു കിടക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് എന്തെങ്കിലും എത്തും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആസ് ഓഫ് നൗ എനിക്ക് തോന്നുന്നത് നമ്മളൊരു മൈക്രോട്ടിസ് പറയുന്നതിനേക്കാളും കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതെന്ന് പറയുന്നത് പിന്നെയുള്ള ആയിക്കോട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പേഷ്യന്റിനെ കൗൺസിൽ ചെയ്തൊരു ഡോണർ ഇതിലേക്ക് പോകുന്നതായിരിക്കും പലപ്പോഴും നല്ലത്. വീണ്ടും വീണ്ടും ഒരേ സർജറി ഒരു പേഷ്യന്റിന്റെ മുകളിൽ ചെയ്യുന്നതിനേക്കാളും പ്രാക്ടിക്കൽ ആയിട്ട് അതായിരിക്കും നല്ലത്. പക്ഷെ അവിടെ കൺസെന്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തിരിക്കണം. കൺസെന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളെല്ലാം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ കണ്ടുവരുന്നത് പണ്ട് നമ്മൾ ഡോണർ സ്പെർം യൂസ് ചെയ്യുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ കുറവാണ്. അത് ഈ മൈക്രോട്ടിസയുടെ അഡ്വാൻസ്മെന്റ് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതെ. അതായത് മൈക്രോട്ടിസ ഇനിയിപ്പോൾ വളരെ മോശം റിസൾട്ട്സ് ഉള്ള ഒരു അവസ്ഥയിൽ പോലും മൈക്രോട്ടിസയ്ക്ക് ഒരു 25% സക്സസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 10 പേർക്ക് ചെയ്യുകയാണെങ്കിൽ 2.5, അതായത് ഒരു 20 പേർക്ക് വെച്ച് കഴിഞ്ഞാൽ 5 പേർക്ക് സ്വന്തം ആയിട്ടുള്ള ബീജം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മൈക്രോട്ടിസയുടെ എഫക്ട് തന്നെയാണ് അത്. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 50%-ഓളാണ് നമ്മുടെ മൈക്രോട്ടിസയുടെ റിസൾട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും അത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് നമ്മളുടെ പ്രോസസ്സിനെ. അതെന്തായാലും മൈക്രോട്ടിസയുടെ അഡ്വന്റ് നമുക്കൊരു ബൂൺ തന്നെയാണ്. കറക്റ്റ്, ബൂൺ തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് കണ്ടത്. ഇപ്പം നമ്മൾ മൈക്രോട്ടിസ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതെ. മാത്രമല്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ IVF ബില്ല് പോലെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റഡ് ആയി, നമ്മുടെ എല്ലാം വളരെ സ്ട്രീം ലൈൻഡ് ആയി കഴിഞ്ഞു. എല്ലാ ഓരോരുത്തരുടെയും റോളുകൾ, ഓരോ ഡോക്ടേഴ്സിന്റെ റോളുകൾ അവിടെ ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ റിസൾട്ട് ഇനിയും ഫർദർ ഇമ്പ്രൂവ് ചെയ്യാനാണ് സാധ്യത ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ഇനി അതിന്റെ ചെലവിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നമ്മൾ സാധാരണ വെരിക്കോസിലൊക്കെ ചെയ്യുന്നതിന് നമുക്ക് എത്ര ചെലവാകും? നമ്മുടെ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു 20-25,000 ആവുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് പിന്നെ ഓരോ സെന്റേഴ്സിൽ വേരിയേഷൻ വരാം, എങ്കിലും അത്ര എക്സോർബിറ്റന്റ്ലി ഹൈ പ്രൈസ് ഉള്ള ഒരു സംഭവമല്ല ഈ വാരിക്കോസിൽ സർജറി എന്ന് പറയുന്നത്. സേഫായിട്ട് വലിയ കോസ്റ്റ് ഇല്ലാണ്ട് ചെയ്തു പോകുന്ന ഒരു സർജറിയാണ് വാരിക്കോസിൽ. നേരെ കുറിച്ച് മൈക്രോട്ടിസ് കുറച്ചുകൂടി ഒരു ലബോറട്ടറി, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇൻവോൾവ് ആണ്, എംബ്രിയോളജി ഇൻവോൾവ് ആണ്, ഒരുപാട് ഗാഡ്ജറ്റ്സ് ഇൻവോൾവ് ആണ്, അനസ്തേഷ്യ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി പൈസ ആവാനുള്ള ഒരു സാധ്യത, ഒരു 70,000 അടുത്ത് ഒരു സാധാരണ സെറ്റിംഗിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൃഷവന്ധ്യയെ പറ്റി സാധാരണ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വിളിച്ച് ചോദിക്കുകയോ കമൻറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്താൽ മതി. എന്തായാലും ഡോക്ടർ രാമപ്രസാദ് നന്ദി, നമസ്കാരം.